الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. സഹോദരങ്ങളെ, അൽ-അർബഊൻ ഫി ഹുഖൂഖി റബ്ബിൽ ആലമീൻ എന്ന കിതാബിലെ രണ്ടാമത്തെ ഹദീസാണ് നമുക്കിനി വിശദീകരിക്കാനുള്ളത്. الحديث الثاني عن عبادة بن الصامت رضي الله عنه عن النبي صلى الله عليه وسلم قال. മഹാനായ സ്വഹാബി ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അദ്ദേഹം പറഞ്ഞു, മൻ ഷഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല, അവൻ ഏകനാണ്, അവന് യാതൊരു പങ്കുകാരുമില്ല എന്ന് സാക്ഷ്യം വഹിച്ചത്, വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ അടിമയും റസൂലുമാണ് എന്ന് ആരാണോ സാക്ഷ്യം വഹിച്ചത്, വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു, അതോടൊപ്പം ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമാണ് എന്ന് ആരാണോ സാക്ഷ്യം വഹിച്ചത്, വകലിമതുഹു അൽഖാഹ ഇലാ മറിയം, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു വതആല തന്നിൽ നിന്ന് ഈസാ നബിയുടെ മാതാവായ മറിയമിന് ഇട്ടുകൊടുത്ത കലിമത്താണ് എന്നും, വറൂഹും മിൻ, അള്ളാഹു സൃഷ്ടിച്ച റൂഹാണ് എന്നും ആരാണോ വിശ്വസിക്കുന്നത് സാക്ഷ്യം വഹിച്ചത്, വൽ ജന്നത്തു ഹഖ്ഖുൻ, സ്വർഗം സത്യമാണ്, വന്നാറു ഹഖ്ഖുൻ, നരകം സത്യമാണ് എന്നാരാണോ സാക്ഷ്യം വഹിച്ചത്, അദ്ഖലഹുല്ലാഹുൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അലാ മാ കാന മിനൽ അമൽ, അവന്റെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നാലും അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. ഇതാണ് ഹദീസിന്റെ പ്രത്യക്ഷത്തിലുള്ള അർത്ഥം. ഇനി ഹദീസിലെ ഓരോ വാചകങ്ങളും നമുക്ക് വിശദീകരിക്കാം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹാബി ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു. ഉബാദത്ത് ബിൻ സാമിത്ത് ആരാണ്? എല്ലാ ചോദ്യം ചോദിക്കാൻ പറഞ്ഞ ഉത്തരവിടെ അവനോട് പ്രത്യേകം ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞാൽ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു. ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു അൻസാരികളിൽപ്പെട്ട മഹാനായ സ്വഹാബിയാണ്. അബുൽ വലീദ് എന്നാണ് അദ്ദേഹത്തിന്റെ കുനിയത്ത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത സകല യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട്, ബദറിലും ഉഹദിലുമെല്ലാം. അതുപോലെ തന്നെ ബൈഅത്തുൽ അഖബയിൽ പങ്കെടുത്ത പ്രസിദ്ധരായ സ്വഹാബിമാരിൽ ഒരാളാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെയും കാലഘട്ടത്തിൽ ഷാമിൽ, ആദ്യം സിറിയയിൽ ഹിംസിൽ, ഇന്നും നമുക്ക് സിറിയയിൽ കാണാവുന്ന ഹിംസ് എന്ന പ്രദേശത്തെ ഖാദിയായിരുന്നു അദ്ദേഹം. പിന്നീട് ഇന്നത്തെ ഫിലിസ്തീനിൽ മസ്ജിദുൽ അഖ്സക്ക് അടുത്ത് അദ്ദേഹം അവിടുത്തെ ഇമാറത്ത്, അവിടുത്തെ ഖാദി സ്ഥാനം ഏറ്റെടുക്കുകയുണ്ടായി. അങ്ങനെ ഷാമിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ അവിടുത്തെ ഭരണവും അതുപോലെ തന്നെ വൈജ്ഞാനികമായ നേതൃത്വവുമെല്ലാം നിർവഹിച്ചിരുന്ന മഹാനായ സ്വഹാബിയായിരുന്നു ആര്? ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു. ചില ആധാറുകളിൽ കാണാം ഷാമുകാരെ, അതായത് ഇന്നത്തെ സിറിയക്കാരെയും ഫലസ്തീൻകാരെയും
ആദ്യമായി ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ട സ്വഹാബിമാരിൽ ഒരാൾ, അവരെ ഖുർആനും സുന്നത്തും ദീനിന്റെ അടിസ്ഥാന പാഠങ്ങളും പഠിപ്പിച്ച സ്വഹാബിമാരിൽ ഒരാളാണ് മഹാനായ ഇബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു. ഫലസ്തീനിലാണ് അദ്ദേഹം മരിച്ചത്. ഫലസ്തീനിലാണ് അദ്ദേഹം മരിച്ചത് എന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ഹിജ്റ 34 മരണപ്പെട്ടതായി പണ്ഡിതന്മാർ പറയുന്നത്. അതിൽ ചെറു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആ വർഷത്തിൽ. എന്നിരുന്നാലും പെട്ടെന്ന് മരണപ്പെട്ട സഹാബിമാരിൽ ഒരാളാണ്. ഹിജ്റ 34 അദ്ദേഹം മരണപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കുറവല്ലാത്ത ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സാമാന്യം നമ്മൾ അറിയേണ്ട കാര്യം. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ആദ്യം പറയുന്ന വാചകം മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. ആരാണോ സാക്ഷ്യം വഹിച്ചത്, ഷഹാദത്ത് കൈക്കൊണ്ടത്. സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ, ഷഹാദത്ത് കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ, ഒരു സംഗതി ഷഹാദത്താകണമെങ്കിൽ ഖൗലുൻ വ ഇഖ്ബാറുൻ അൻ ഇൽമിൻ വ യഖീനിൻ. പണ്ഡിതന്മാർ പറയുന്നു, പറയണം, നാവുകൊണ്ട് പറയണം, പ്രഖ്യാപിക്കണം. എങ്ങനെയാണ് നാവുകൊണ്ട് പറയുകയും പ്രഖ്യാപിക്കുകയും വേണ്ടത്? അൻ ഇൽമിൻ വ യഖീനിൻ. ആ പറയുന്ന കാര്യത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവും വേണം, ബോധ്യവും ഉറപ്പുമാണ്. അപ്പൊ കൃത്യമായ അറിവോടെ, ഉറപ്പോടെ, അതിൽ യാതൊരു സംശയവുമില്ലാതെ പ്രഖ്യാപിക്കണം, എങ്കിലേ ഷഹാദത്താവുള്ളൂ. ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഷഹാദത്തിന്റെ താല്പര്യം പഠിച്ചു, അറിഞ്ഞു, അവന് ഉറപ്പുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷെ അവൻ നാവ് കൊണ്ട് പ്രഖ്യാപിച്ചില്ല. മനസ്സിലുണ്ട്, എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ ഉള്ളിലാണ് ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ അത് ഷഹാദത്താവോ? അയാൾ ഈ ഹദീസിന്റെ പരിധിയിൽ വരുമോ? മൻ ഷഹിദ എന്ന് പറഞ്ഞ ഹദീസിന്റെ ഈ വാചകത്തെ അനർത്ഥമാക്കുമോ? ഇല്ല. പറയണം. ഇനി ഒരാൾ പറഞ്ഞു, ഷഹാദത്ത് പ്രഖ്യാപിച്ചു, പക്ഷെ എന്താണ് ഈ പറയുന്നതെന്ന് അവൻ അറിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് അവൻ പറഞ്ഞു, പ്രഖ്യാപിച്ചു, പക്ഷെ എന്താണ് അതിന്റെ അർത്ഥമെന്ന് അവൻ പഠിച്ചിട്ടില്ല. എന്താണ് അതിന്റെ അർത്ഥമെന്ന് അവൻ അറിയില്ല. ഷഹാദത്താവോ? ഇല്ല. ഇനി വേറൊരാൾ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്നത് പഠിച്ചു, അവൻ അറിഞ്ഞു, പക്ഷെ അവൻ അതിൽ ഉറപ്പില്ല, സംശയമാണ്. അങ്ങനെയാണ് അവൻ ഷഹാദത്ത് പ്രഖ്യാപിച്ചത്. അവന്റെ ഷഹാദത്താകുമോ? ഇല്ല. അപ്പൊ കൃത്യമായ അറിവോടും ആ അറിവിൽ യാതൊരു സംശയവുമില്ലാതെ ശക്തമായ ഉറപ്പോടും കൂടി നാവ് കൊണ്ട് ഉരുവിട്ട് പ്രഖ്യാപിക്കണം, എങ്കിലേ ഷഹാദത്താവുകയുള്ളൂ. ഇതിനെ ഷഹാദത്ത് എന്ന് പറയുള്ളൂ. സംശയം പാടില്ല ആ വിഷയത്തിൽ, അതിൻ്റെ ആശയത്തിൽ, അതിൻ്റെ താല്പര്യങ്ങൾ. അറിയാതെ അജ്ഞതയിൽ അത് പറയാൻ പാടില്ല. പറയാതെ മനസ്സിൽ വിശ്വസിച്ചതുകൊണ്ട് മാത്രം ഷഹാദത്താവുകയില്ല. അപ്പൊ ഇങ്ങനെ ഒരാൾ മൻ ഷഹിദ, സാക്ഷ്യം വഹിച്ചു, ഷഹാദത്ത് കൈക്കൊണ്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹ്, അവൻ അതിൽ യാതൊരു പങ്കുകാരുമില്ല. ഇതാണ് അവൻ സാക്ഷ്യം വഹിച്ച ഒന്നാമത്തെ വാചകം. നമുക്കറിയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ നമ്മൾ തുടക്കത്തിൽ ആദ്യത്തെ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചിരുന്നു, 2 റുക്കുനുകളുണ്ട്, 2 സ്തംഭങ്ങൾ. ഈ 2 തൂണുകളിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകം പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ നേർപാതിയാക്കിയാൽ ഒന്നാമത്തെ ഭാഗം ഏതാണ്? ലാ ഇലാഹ. രണ്ടാമത്തേത് ഇല്ലല്ലാഹ്. ലാ ഇലാഹ എന്നതിന്റെ അർത്ഥം ഒരിലാഹുമില്ല, ഒരിലാഹുമില്ല. ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ. അപ്പൊ അല്ലാഹു അല്ലാത്ത സകല ആരാധ്യന്മാരെയും, ആളുകൾ ആരാധിക്കുന്ന സകല ഇലാഹുകളെയും, അവർ മരിച്ചവരാകട്ടെ, ജീവിച്ചിരിക്കുന്നവരാകട്ടെ, ജീവനുള്ളവയാകട്ടെ, ജീവനില്ലാത്തതാകട്ടെ, വിഗ്രഹങ്ങളാകട്ടെ, കല്ലുകളാകട്ടെ, എന്തുമാകട്ടെ, അല്ലാഹു അല്ലാതെ അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സർവ്വ ആരാധന്മാരെയും നിഷേധിക്കുന്നു. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒന്നാമത്തെ ഭാഗം.
നിരാകരണമാണ്. അന്നഫ്യു എന്ന് പറയും അറബിയിൽ. ഇല്ലല്ലാ എങ്കിൽ അല്ലാഹു അല്ലാത്ത സകല ആരാധ്യന്മാരെ നീ നിഷേധിച്ചു. നിന്റെ ആരാധന ആർക്കാണ്? നിന്റെ ഇബാദത്ത് ആർക്കാണ്? ഇല്ലല്ലാ, അല്ലാഹുവിന് മാത്രം. അൽ ഇസ്ബാത്ത്, അല്ലാഹുവിന് പുറമെയുള്ളവർക്കുള്ള ഇബാദത്തുകളെല്ലാം നിഷേധിച്ചു, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് സ്ഥിരീകരിച്ചു. അൽ ഇസ്ബാത്ത്, ഇതാണ് രണ്ടാമത്തെ സ്തംഭം, രണ്ടാമത്തെ തൂണ്. ഇല്ലല്ലാ എന്ന സ്ഥിരീകരണത്തിന്റെ തൂണും ലാ ഇലാഹ എന്ന നിഷേധത്തിന്റെ തൂണും. ഇത് രണ്ടും ഒരാൾ പ്രഖ്യാപിച്ചു. ഇതിലേതെങ്കിലും ഒന്നെടുത്ത് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ പറ്റുമോ? ലാ ഇലാഹ എന്നത് മാത്രം ഒരാൾ സ്വീകരിച്ചു, എന്തായിരിക്കും അവന്റെ അവസ്ഥ? ഒരു ഇലാഹുല്ല. ഒരു ഇലാഹുല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അടക്കം സർവ്വ ആരാധ്യന്മാരെയും അവൻ നിഷേധിച്ചു. ന്യായമായ ഇബാദത്തിന് അർഹനായ അള്ളാഹുവിനുള്ള ഇബാദത്തും അവൻ നിഷേധിക്കുന്ന അവസ്ഥയിലെത്തി. അവൻ നിരീശ്വരവാദിയാകും. ഇല്ലല്ലാഹ് എന്നത് മാത്രം ഒരാൾ സ്വീകരിച്ചു, ലാ ഇലാഹ ഇല്ല ഒഴിവാക്കി. ലാ ഇലാഹ അവൻ ഒഴിവാക്കി. എന്താണ് അവന്റെ അവസ്ഥ? അവൻ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യും, പക്ഷെ അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തിനെ നിഷേധിക്കാത്തിടത്തോളം, നിരാകരിക്കാത്തിടത്തോളം അവൻ ശിർക്കിലേക്ക് പോകും. അള്ളാഹുവിന് പുറമെയുള്ളവർക്ക് ഇബാദത്തിന് അവൻ നിഷേധിച്ചിട്ടില്ല, നിരാകരിച്ചിട്ടില്ല. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അവൻ അറിയാതെ ശിർക്കിലേക്ക് പോകും. അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തുകൾ നിഷേധിക്കാത്തിടത്തോളം അവൻ ശിർക്കിലേക്ക് പോകും. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് വകവെച്ചു കൊടുക്കുന്നതിലേക്കെത്തും. അപ്പൊ ശിർക്കിന്റെ യാതൊരു കറയുമില്ലാതെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് സമർപ്പിക്കുന്ന തൗഹീദിന്റെ ആശയമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ഷഹാദയിലെ രണ്ട് തൂണുകളിൽ, രണ്ട് സ്തംഭങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ സാക്ഷ്യം വഹിച്ചു. ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിടത്ത് തന്നെ എന്തുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞു, നിഷേധമുണ്ട്, ഒരു ഇലാഹുമില്ല അള്ളാഹുവിന് പുറമെ. ഇല്ലല്ലാ, ന്യായമായി ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രമാണ്, അവന് മാത്രം ഇബാദത്ത് സ്ഥിരീകരിച്ചു. എന്നിട്ട് വീണ്ടും ആ നിഷേധവും സ്ഥിരീകരണവും ആവർത്തിക്കുകയാണ് അടുത്ത വാചകങ്ങളിലൂടെ. വഹ്ദഹു, അവൻ ഏകനാണ്. ഈ വഹ്ദഹു എന്ന വാക്ക് ഇല്ലല്ലാ എന്ന വാക്കിനെ ബലപ്പെടുത്തുന്നതാണ്. എന്താണ് ഇല്ലല്ലാ എന്ന് പറഞ്ഞ അർത്ഥം? നമ്മൾ പറഞ്ഞത് അള്ളാഹുവിന് മാത്രം നമ്മൾ ഇബാദത്ത് സ്ഥിരീകരിച്ചു. വഹ്ദഹു, അവൻ ഏകനാണ്. ആ ഇബാദത്തിൽ അവൻ ഏകനാണ്, അവന് യാതൊരു പങ്കാളികളുമില്ല. അവൻ മാത്രമാണ് റബ്ബ്, അവൻ മാത്രമാണ് ഖാലിഖ്, അവൻ മാത്രമാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ, അവനാണ് ജീവിപ്പിക്കുന്നവൻ, അവനാണ് മരിപ്പിക്കുന്നവൻ. ഇതെല്ലാം അവൻ മാത്രമാണ് എന്നതുപോലെ തന്നെ അവന് മാത്രമാണ് ഇബാദത്തിന് അർഹതയുള്ളത്. വഹ്ദഹ്, അവൻ അതിലേകനാണ്. അള്ളാഹുവിനെ പോലെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച മറ്റൊരു സൃഷ്ടാവില്ല എങ്കിൽ, എല്ലാം ഉടമപ്പെടുത്തുന്ന, നിയന്ത്രിക്കുന്ന മറ്റൊരു ലോക നിയന്താവില്ലെങ്കിൽ, അതുപോലെ ഇബാദത്തിലും അള്ളാഹുവിന് യാതൊരു പങ്കാളികളുമില്ല. വഹ്ദഹ്, അവൻ അതിലേകനാണ്. അപ്പൊ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് എന്നതിനെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുകയാണ്. വഹ്ദഹു, അവൻ അതിലേകനാണ്. അടുത്ത വാചകം എന്താ? അടുത്ത വാക്കെന്താ? ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കാളികളുമില്ല. ലാ ഇലാഹ എന്ന ആദ്യത്തെ നിഷേധത്തെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്നു. അതിനുള്ള തഅ്കീദാണിത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൽ അടങ്ങിയിട്ടുള്ള രണ്ട് സ്തംഭങ്ങൾ, നിരാകരണത്തിന്റെയും സ്ഥിരീകരണത്തിന്റെയും നഫ്യിന്റെയും ഇസ്ബാത്തിന്റെയും രണ്ട് തൂണുകൾ. ഈ രണ്ട് തൂണുകളെ ഒന്നുകൂടി അരക്കെട്ടുറപ്പിക്കുന്ന പ്രയോഗമാണ് വഹ്ദഹു ലാ ശരീക ലഹു. വഹ്ദഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്തിന് അർഹതയുള്ളത്, അവൻ അതിലേകനാണ്. ഇല്ലല്ലാഹ് ലാ ശരീക ലഹു ഐ ലാ ഇലാഹ, അള്ളാഹുവിന് പുറമെ മറ്റൊരു ഇലാഹുമില്ല. അള്ളാഹുവിനോടുള്ള ഇബാദത്തിൽ പങ്കു ചേർക്കപ്പെടാവുന്ന ഒരു പങ്കാളികളും അള്ളാഹുവിനില്ല. അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഈ ആശയം വീണ്ടും ആവർത്തിച്ചത്? അത് ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ഷഹാദത്തിന്റെ തൗഹീദിന്റെ അർത്ഥം ഒരു നിലക്കും ഇത് പ്രഖ്യാപിക്കുന്ന ഒരു മുസ്ലിമിന് സംശയമില്ലാത്ത വിധം ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും അവന്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാനാണ്. ഇതിന്റെ പ്രാധാന്യവും ഗൗരവവും ഇത് പ്രഖ്യാപിക്കുന്ന ഓരോ അടിമക്കും ബോധ്യപ്പെടുത്താനാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു ഇതാവർത്തിച്ചത്. ഇതാവർത്തിച്ചുകൊണ്ട് നമ്മെ പറയിപ്പിക്കുന്നത് മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. അപ്പൊ എന്താണ് അർത്ഥം? ആരാണ് അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല, അവൻ ഏകനാണ്, ന്യായമായും ഇബാദത്ത് ചെയ്യപ്പെടേണ്ടവൻ അള്ളാഹു മാത്രമാണ്, അവനതിൽ യാതൊരു പങ്കാളികളുമില്ല എന്ന് അതിന്റെ അർത്ഥം. ഇങ്ങനെ ഇതിന്റെ അർത്ഥം നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ പറഞ്ഞില്ലേ, ഷഹാദത്താകുക അതിന്റെ താല്പര്യം പഠിച്ചുകൊണ്ടാണ്. ഇങ്ങനെ ഈ രണ്ട് തൂണുകൾ അടങ്ങുന്ന നഫ്യും ഇസ്ബാത്തും നിരാകരണവും സ്ഥിരീകരണവും അടങ്ങുന്ന അർത്ഥമാണ് ഇതിനുള്ളത്
എന്ന് നമുക്കറിയില്ലെങ്കിലോ, ഈ അറിവ് നമുക്കില്ലെങ്കിലോ നമ്മുടെ ഷഹാദത്ത് പൂർണ്ണമാകുകയില്ല. അതിന് സംശയം പാടുണ്ടോ? അള്ളാഹു അല്ലാത്ത സർവ്വ ആരാധന്മാരെ എന്തിനാ നമ്മൾ നിഷേധിക്കുന്നത്? നമ്മൾ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്താൽ പോരെ? അള്ളാഹു അല്ലാത്തൊരു ഇബാദത്ത് ചെയ്യുന്നവരൊക്കെ അവരവരുടെ വഴിക്ക് പോയിക്കോട്ടെ. നമ്മളെന്തിനാണ് അതിനെ നിഷേധിക്കുന്നത്? നമ്മളെന്തിനാണ് അതിനെ നിരാകരിക്കുന്നത്? നമ്മൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് ഇങ്ങനെ പോയാൽ പോരെ എന്ന് ചില ആളുകൾക്ക് സംശയം തോന്നും. ശരിയാവുകയില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, നഫ്യു ഇബാദത്തി മാ സിവല്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്കുള്ള അവരാരാകട്ടെ, വല നബിയ്യുൻ മുർസലുൻ വല മലക്കുൻ മുഖറബുൻ, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത അള്ളാഹു നിയോഗിച്ച നബിയാകട്ടെ, സാക്ഷാൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാകട്ടെ, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയാകട്ടെ, മലക്കിനോ അമ്പിയാക്കൾക്കോ മുർസലീങ്ങൾക്കോ പോലും ഇബാദത്തിന്റെ ഒരു അംശവും നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല, വകവെച്ചു കൊടുക്കാൻ പാടില്ല. അതുവരെ നിഷേധിക്കപ്പെടണം. കാരണം അവരെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. സ്രഷ്ടാവ് അള്ളാഹു മാത്രമാണ്. കുല്ലു മാ സിവല്ലാഹി ആലം, അള്ളാഹു അല്ലാത്തതെല്ലാം ലോകമാണ്, അവന്റെ സൃഷ്ടികളാണ്. അവർക്കാർക്കും അള്ളാഹുവിനുള്ള ഇബാദത്തിന്റെ ഒരു അംശം പോലും അർഹതയില്ല. അത് നിരാകരിക്കാത്തിടത്തോളം, അത് നിഷേധിക്കാത്തിടത്തോളം, അതിന്റെ ലാഞ്ചനകൾ കൽബിൽ നിന്ന് പറിച്ചെറിയാത്തിടത്തോളം ഒരാളുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ അത് പൂർത്തിയാവുകയില്ല. അതുകൊണ്ട് അതിൽ യാതൊരു സംശയവും പാടില്ല, യാതൊരു സന്ദേഹവും പാടില്ല. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നതോടൊപ്പം അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തിനെ, ആരാധനകളുടെ അംശത്തെ നമ്മൾ നിരാകരിക്കണം. ഇവിടെ ഈ വാചകത്തിൽ നമ്മൾ ഓർക്കേണ്ടുന്ന ചില പാഠങ്ങളുണ്ട്. അതിലൊന്നാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താണെന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയുടെ അർത്ഥം നമ്മുടെ നാട്ടിലെ പാരമ്പര്യ യാഥാസ്ഥിക സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കളെന്ന് അവകാശപ്പെടുന്ന പുരോഹിത വർഗം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്കധികവും ഇതിന്റെ അർത്ഥമായി അവർ ഓതിക്കൊടുക്കുന്നത്, പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, അല്ലാഹു അല്ലാതെ ലാ ഖാദിറ അൽ ഇഖ്തിറാഇ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനായി മറ്റാരുമില്ല. ലോകത്തെ സൃഷ്ടിച്ചവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അതല്ലെങ്കിൽ ലാ റാസിഖ ഇല്ലല്ലാഹ്, ലാ മാലിക ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഉപജീവനം നൽകുന്നവൻ, മഴ പെയ്യിപ്പിക്കുന്നവൻ, കൃഷി ഉണ്ടാക്കുന്നവൻ, ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളിൽ, അവന് മാത്രം പ്രത്യേകമായ അവന്റെ പ്രവർത്തനങ്ങളിൽ അവൻ ഏകനാക്കലാണ്. അള്ളാഹിനെ പോലെ വേറൊരു അല്ലാഹ്, ഈ പ്രപഞ്ചത്തെ പടച്ച ഒരു ശക്തി വേറെയില്ല, സൃഷ്ടാവായി വേറൊരാളില്ല എന്ന് വിശ്വസിച്ചാൽ അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. അവൻ തൗഹീദിലായി എന്നാണ് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ വിശ്വസിച്ച ഒരാൾ ഇബാദത്തിന്റെ ഏതംശവും അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്താൽ പോലും അത് ശിർക്കാവൂല. മുഹ്യിദ്ദീൻ ശൈഖെ കാക്കണേന്ന് ഇങ്ങനെ വിശ്വസിച്ച ഒരാൾ വിളിച്ചാൽ അത് ശിർക്കാവൂല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിദായത്ത് ചോദിച്ചാൽ അത് ശിർക്കാവുകയില്ല. അങ്ങനെയാണ് ഉമ്മത്തിനെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താണ്? അവിടെയാണ് കാര്യം. 4 മദ്ഹബിന്റെ അയിമ്മത്തുകൾക്കും യോജിപ്പുള്ള, അവർ ഇത്തിഫാഖിലായിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയുടെ അർത്ഥമാണ് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. പണ്ഡിതന്മാർ പറയുന്നു, 4 മദ്ഹബിന്റെ അയിമ്മത്തുകൾക്കും ഇമാമിയങ്ങൾക്കും ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്തിൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ന്യായമായും ഇബാദത്ത് ചെയ്യപ്പെടാൻ, ആരാധിക്കപ്പെടാൻ അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രത്യേകമായ അർത്ഥം അതാണ്. എന്നാൽ അല്ലാഹു അല്ലാതെ മറ്റൊരു ഖാലിഖില്ല, മറ്റൊരു മാലിക്കില്ല, ഉടമസ്ഥനില്ല, സൃഷ്ടാവില്ല എന്നത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഉൾപ്പെടുമല്ലോ, ഉൾപ്പെടും. അതതിന്റെ വ്യാപകമായ അർത്ഥമാണ്. പക്ഷെ അതിന്റെ പ്രത്യേകമായ അർത്ഥം എന്താണ്? അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, ന്യായമായും ആരാധിക്കപ്പെടാൻ അള്ളാഹുവിന് മാത്രമേ അർഹതയുള്ളൂ എന്നൊരാൾ വിശ്വസിച്ചാൽ, അള്ളാഹുവിനെ പോലെ വേറൊരു ഖാലിഖുണ്ട്, വേറൊരു മാലിക്കുണ്ട്, റിസ്ക് നൽകുന്ന വേറൊരു പടച്ചവനുണ്ട് എന്നവന് വിശ്വാസം ഉണ്ടാവില്ലല്ലോ. ആ വിശ്വാസമുള്ളവനെ ഇത് അംഗീകരിക്കുള്ളൂ. അതുകൊണ്ടാണ് സാക്ഷാൽ മക്കാ മുശ്രിക്കുകൾ വരെ ഈ യാഥാർത്ഥ്യം അംഗീകരിച്ചിരുന്നു. ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്? അവർ പറയും ലയഖൂലുന്നല്ലാഹ്. ആരാണ് കാഴ്ചയും കേൾവിയും എല്ലാം ഉടമപ്പെടുത്തുന്നത്?
ആരാണ് വമൻ യുദബ്ബിറുൽ അംർ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? അവർ പറയും ലയഖൂലുന്ന അല്ലാഹ്, അല്ലാഹുവാണ്. ഖുൽ അഫലാ തത്തഖൂൻ, ചോദിക്കുക നബി, എന്നിട്ടും ആ റബ്ബിന് മാത്രം ഇബാദത്ത് നൽകി അവനെ സൂക്ഷിക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ? അവർക്ക് അംഗീകരിക്കാൻ കഴിയാതിരുന്നത് എന്താണ്? അള്ളാഹുവിനെ പോലെ വേറൊരു റബ്ബുണ്ട് എന്ന വിശ്വാസമായിരുന്നില്ല അവരെ ശിർക്ക്. അള്ളാഹു മാത്രമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ എന്ന് വിശ്വാസം ഉണ്ടായിരിക്കെ തന്നെ അവർക്ക് സംഭവിച്ച ശിർക്ക് എന്തായിരുന്നു? ആ റബ്ബിന് മാത്രം ഇബാദത്ത് നൽകിയില്ല. ഇബാദത്തിനുള്ള അർഹത അള്ളാഹുവിന് മാത്രം അവർ വകവെച്ചു കൊടുത്തില്ല. അതുകൊണ്ടാണ് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാതിരുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ എന്ന് അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അവർ തിരിച്ചു ചോദിച്ച ചോദ്യം എന്താണ്? അവരുടെ ന്യായം എന്തായിരുന്നു? ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു, ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനോ? അത് ഭയങ്കര അത്ഭുതമുള്ള കാര്യമാണ്. അത് വളരെ വിചിത്രമായ കാര്യമാണ്. ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഞങ്ങൾ ഈ ആരാധിക്കുന്ന സകല ആരാധ്യന്മാരെ കൂടി ഒരൊറ്റ ഇലാഹാക്കുകയോ, ഇബാദത്ത് മുഴുവൻ അള്ളാഹുവിന് മാത്രം നൽകുകയോ? അത് നമുക്ക് ശീലമല്ല. എല്ലാവർക്കും പകുത്തു കൊടുത്തേ നമുക്ക് ശീലമുള്ളൂ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് വയ്യ. അവർക്ക് അതിന്റെ അർത്ഥം അറിയായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് കൊടുക്കേണ്ടി വരുമെന്ന് സാക്ഷാൽ അറബികളായ മക്കാ മുശ്രിക്കുകൾക്ക് അറിയാമായിരുന്നു. അതായിരുന്നു അതിന്റെ അർത്ഥം എന്നുള്ളത്. മക്കാ മുശ്രിക്കുകൾക്ക് അർത്ഥം അറിയാവുന്നത് കൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവർ പറയാൻ കൂട്ടാക്കാതിരുന്നത്. അതല്ലാതെ അള്ളാഹുവിനെ പോലെ വേറെ റബ്ബുണ്ട് എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. അള്ളാഹുവിനെ പോലെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട് എന്നവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു? ഒരിക്കലുമില്ല. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് എന്നതിലായിരുന്നു അവർക്ക് തെറ്റിയത്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം. ലാ മഅബൂദ ബിഹഖ്ഇൻ ഇല്ലല്ലാഹ്. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറയുന്നു, മഅബൂദ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇബാദത്തിന് അർഹൻ എന്നതാണ്. ഇലാഹിന്റെ അർത്ഥം ഇബാദത്തിന് അർഹനാണ് എന്നത് ഭാഷാ പണ്ഡിതന്മാരും അറബി ഭാഷാ പണ്ഡിതന്മാരും ഖുർആൻ വ്യാഖ്യാതാക്കളും ഒരുമിച്ച അഭിപ്രായമാണ്. ഭാഷാ പണ്ഡിതന്മാരായ നമ്മുടെ നാട്ടിലെ സർവകക്ഷികളും അംഗീകരിക്കുന്ന സുജാദ്, അൽ ജൗഹരി, അൽ ഫൈറൂസാബാദി, ഇബ്നു മൻദൂർ, ഇങ്ങനെ തുടങ്ങിയുള്ള ഭാഷാ പണ്ഡിതന്മാർ, അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ്, ഖത്താദ, ഇബ്നു ജരീർ, ഖുർത്തുബി തുടങ്ങിയ സഹാബത്ത് തുടങ്ങി സലഫുകൾ തുടങ്ങി ഇബ്നു ജരീറിനെ പോലെ ഇമാം ഖുർത്തുബിയെ പോലെയുള്ള മുഫസ്സിറുകൾ അടക്കം എല്ലാവരും ഇലാഹിന് നൽകിയ അർത്ഥം എന്താണ്? ഇബാദത്തിന് അർഹനായവൻ, ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹതയുള്ളവൻ എന്നാണ്. അതാണ് ലാ ഇലാഹ എന്നതിന്റെ അർത്ഥം. ഇബാദത്ത് ചെയ്യപ്പെടാൻ, ദുആ ചെയ്യപ്പെടാൻ, പ്രാർത്ഥിക്കപ്പെടാൻ, നിസ്കാരം കാഴ്ചവെക്കാൻ, നോമ്പാർക്ക് വേണ്ടിയാണോ നോക്കാൻ, ഇതിനെല്ലാം അർഹതയുള്ളത് അള്ളാഹുവിന് മാത്രമാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം. അപ്പൊ ലാ ഇലാഹ എന്നതിന്റെ അർത്ഥം ഇതാണ് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഇതാണ് ഈ ഹദീസിനുള്ള ഒന്നാമത്തെ പാഠം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്താണ്? ലാ മഅബൂദ ബിഹഖ്ഇൻ ഇല്ലല്ലാഹ്. ഇത് കാണാതെ നമ്മൾ പഠിച്ചു വെക്കണം. ലാ മഅബൂദ എന്ന് പറഞ്ഞാൽ ഒരാരാധ്യനുമില്ല, ബിഹഖ്ഇൻ ന്യായമായും, ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ എന്ന് പറഞ്ഞാൽ ഐ ലാ മഅബൂദ ബിഹഖ്ഇൻ ഇല്ലാ ഇലാഹു വാഹിദ്, ന്യായമായും ആരാധിക്കപ്പെടേണ്ടവൻ ഒരൊറ്റ ഇലാഹാണ്. അവനാരാണ്? വഹുവല്ലാഹ്, അവൻ അല്ലാഹു മാത്രമാണ്. വഹ്ദ, അവൻ ഏകനാണ്. അതിൽ ലാ ശരീക ലഹ്, അവനതിൽ യാതൊരു പങ്കുകാരുമില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതല്ലാതെ അള്ളാഹിനെ പോലെ വേറൊരു അള്ളയില്ല, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച മറ്റൊരു ഖാലിഖില്ല, എല്ലാം നിയന്ത്രിക്കുന്ന, എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന മറ്റൊരു ശക്തിയില്ല എന്നതാണോ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം? അല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതെല്ലാം ഉൾക്കൊള്ളുമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയുടെ അകക്കാമ്പ്, അതിന്റെ പ്രത്യേകമായ ജീവസായ ആത്മാവായ അർത്ഥം എന്താണ്? അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല, ന്യായമായും ആരാധിക്കപ്പെടേണ്ടവൻ അല്ലാഹു മാത്രമാണ്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് എന്ന കലിമത്തു ഷഹാദയുടെ അർത്ഥം. ഇനി ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു. അത് നമ്മൾ ആദ്യം കുറിച്ചു വെക്കേണ്ട ഫായിദയാണ്. അയ്യോ, ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ കേവലം പറച്ചിലല്ല, കൃത്യമായ അറിവോടും അതുപോലെ തന്നെ ഉറപ്പോടും സംശയവുമില്ലാതെയുള്ള പ്രഖ്യാപനമാണ്. അതാണ് ഷഹാദ. എങ്കിലേ ഷഹാദത്താവുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ മറ്റൊരു ഫായിദ നമ്മൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ രണ്ട് തൂണുകളുണ്ട്. അത് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം പൂർണ്ണമാക്കുന്നതാണ്. അള്ളാഹു അല്ലാത്ത സകല ആരാധ്യന്മാരെ നിഷേധിക്കുന്ന നഫ്യ്, നിരാകരണം, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് സ്ഥിരീകരിക്കുന്ന സ്ഥിരീകരണം, അൽ ഇസ്ബാത്ത്. അപ്പൊ മൂന്ന് ഫായിദയായി. ഇനി
നാലാമത്തെ ഫായിദ, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുന്നത്, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന് സാക്ഷ്യം വഹിക്കുന്നത്, അവർ സ്വർഗത്തിലാണ് എന്ന് പറയുന്ന നമ്മൾ ഈ പറഞ്ഞ ഹദീസിന്റെ ആശയം പോലെയുള്ള ധാരാളം ഹദീസുകളിൽ ഖുർആനിലും സുന്നത്തിലും കാണാം. മൻ മാത അന്നഹു യഅലമു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൻ മാത യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു, അറിഞ്ഞു, അത് ഉൾക്കൊണ്ടു, അത് ഇഖ്ലാസോടുകൂടി പ്രഖ്യാപിച്ചു. ഇങ്ങനെ പ്രഖ്യാപിച്ചു മരിച്ചവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന ഹദീസുകൾ ധാരാളം നമുക്ക് കാണാം. ഈ ഹദീസുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറുതെ അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നല്ല. ഇപ്പോൾ വളരെ പ്രസിദ്ധമായ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹദീസാണ്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരുടെ വാക്കാണോ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായത്, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. യഥാർത്ഥത്തിൽ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കണമെങ്കിൽ അവസാനം വരെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ സാക്ഷാത്കരിച്ച് ജീവിക്കണം. അങ്ങനെയുള്ളവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാൻ സാധിക്കൂ. അല്ലാത്തവർക്ക് അതിനുള്ള തൗഫീഖ് നാവ് പോലും ഒന്നുമില്ല. ദുനിയാവാണ് അവന്റെ ജീവിതത്തിൽ മുഴുവൻ സ്ഥാനം പിടിച്ചതെങ്കിൽ അവസാന സമയത്ത് ദുനിയാവിനെ പറഞ്ഞ് ദുനിയാവിന്റെ വിശേഷണങ്ങൾ നാവിൽ ഉരുവിട്ടുകൊണ്ട് മരിക്കേണ്ടി വരും. മുൻഗാമികൾ പറയാറുണ്ട്, വലിയ പൈസക്കാരനായിരുന്നു, കൊടുക്കാനുള്ളതും വാങ്ങാനുള്ളതും എപ്പോഴും ഇങ്ങനെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് അവസാന സമയത്ത് കിട്ടാനുള്ളതും കൊടുക്കാനുള്ള കണക്ക് പറഞ്ഞിട്ട് മരിച്ചു. വലിയ സംഗീതജ്ഞനായിരുന്നു, പാട്ടുകാരനായിരുന്നു, അവസാന സമയത്ത് ഷഹാദത്ത് പ്രഖ്യാപിക്കുന്നതിന് പാട്ടുപാടി അയാൾ മരിച്ചു. അതുപോലെ തന്നെ സ്ത്രീകളെ വർണ്ണിക്കുന്നവനായിരുന്നു, സ്ത്രീകളെ വർണ്ണിച്ചുകൊണ്ട് മരിച്ചു. ആ തൗഫീഖ് ലഭിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ജീവിതത്തിൽ സാക്ഷാത്കരിക്കണം. ചുരുക്കി പറഞ്ഞാൽ, ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ, ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് വഹിച്ചോ, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഹദീസുകളെല്ലാം ചില നിബന്ധനകൾക്ക് വിധേയമാണ്. വെറുതെ എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നല്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അത് ശരിയാകണമെങ്കിൽ ചില നിബന്ധനകൾ, ചില ഷർത്തുകളുണ്ട്. ഏതുപോലെ? ഇസ്ലാം കാര്യങ്ങൾ 5 നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലൊന്നാമത്തെ കാര്യമാണ് ഷഹാദത്ത് കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. നിസ്കാരത്തിന്റെ ഷർത്തുകൾ പാലിക്കാതെ ശരിയാവും. എന്തൊക്കെയാണ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ? അബ്ദുള്ളാഹ് അറിയാം നിസ്കാരത്തിന്റെ ഷർത്ത്? ഒരെണ്ണം ചോദ്യം ചോദിക്കാൻ പറഞ്ഞിട്ട്. നിസ്കാരത്തിന്റെ ഷർത്തുകൾ ആർക്കറിയാം? കുട്ടികൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന്. എങ്ങനെ? നിയത്ത് ഷർത്തല്ല, എങ്ങനെ? സമയമായി എന്നറിയണം. അതിലുപരി ശുദ്ധി ഉണ്ടാവണം, ഖിബിലക്ക് മുന്നിടണം, ശുദ്ധി ഉണ്ടാകണം, ഔറത്ത് മറക്കണം. ഒരാൾ വുളു ഇല്ലാതെ നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം ശരിയാവോ? എന്തേ? വുളു നിസ്കാരത്തിന്റെ ഭാഗമല്ലല്ലോ. നിസ്കാരത്തിന്റെ ഭാഗം, നിസ്കാരമായിട്ട് വല്ല ബന്ധമുണ്ടോ? വുളുവിന് നിസ്കരിക്കുമ്പോൾ നമ്മൾ വുളു എടുക്കുന്നുണ്ടോ? നിസ്കാരത്തിലുള്ളതാണോ? നിസ്കാരത്തിന്റെ ഏതെങ്കിലും അംശത്തിൽ വുളു ഉണ്ടോ? ഇല്ല. നിസ്കാരത്തിൽ നിന്ന് വേറിട്ടൊരു സംഗതിയാണത്. പക്ഷെ അത് ചെയ്താലേ നമുക്ക് നിസ്കരിക്കാൻ നിർവാഹമുള്ളൂ. ഇതാണ് ഷർത്തുകളുടെ പ്രത്യേകത. ഔറത്ത് മറച്ചാലേ നമുക്ക് നിസ്കരിക്കാൻ നിർവാഹമുള്ളൂ. പക്ഷെ ഔറത്ത് മറക്കുക എന്നുള്ളത് നിസ്കാരത്തിലുള്ള കാര്യമല്ല. ഖിബലക്ക് മുന്നിട്ടാലേ നിസ്കാരം ശരിയാവുള്ളൂ. ഖിബലക്ക് മുന്നിടാതെ നിസ്കരിക്കാൻ നിർവാഹമില്ല. പക്ഷെ നിസ്കാരത്തിന് വേറിട്ട കാര്യമാണ്. അതുപോലെ തന്നെ സമയമാകാതെ നിസ്കരിക്കാൻ നിർവാഹമില്ല, സമയമായാലും നിസ്കരിക്കാൻ. അപ്പൊ ഷർത്തുകൾ എന്ന് പറഞ്ഞാൽ, ഏതൊരു സംഗതിക്കും ഷർത്തുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്ഥാപിക്കുന്നതിന് മുമ്പ് ഷർത്തുകൾ സ്ഥാപിക്കണം, കൃത്യമായി, കണിശമായി. എന്നാൽ ആ സംഗതി തുടങ്ങാൻ വരെ നമുക്ക് നിർവാഹമുള്ളൂ. അതല്ലാതെ ഒരാൾ നിർവഹിച്ചാൽ, വുളു ഇല്ലാതെ ഒരാൾ നിസ്കരിച്ചാൽ എന്താണ് അവന്റെ അവസ്ഥ? അവന്റെ നിസ്കാരം ബാത്തിലാണ്. ഇതുപോലെ നോമ്പിനുണ്ട് ഷർത്തുകളില്ലേ? നോമ്പിന്റെ ഷർത്തുകൾ മുസ്ലിം ആവാത്തൊരുത്തൻ നോമ്പെടുത്താൽ നോമ്പ് ശരിയാവോ? ശരിയാവുമോ? അത്താഴം ഫജ്റിന് മുമ്പ് നോമ്പിന്റെ നിയത്ത് വെക്കാത്ത, നിയത്തില്ലാത്ത ഒരാൾ നോമ്പെടുത്താൽ നോമ്പ് സ്വഹീഹാവോ? ഇല്ല. ഇങ്ങനെ അതുപോലെ തന്നെ ഹജ്ജ് അത് നമുക്ക് നിർബന്ധമാകുന്ന ഷർത്തുകളുണ്ട്. ഹജ്ജ് ശരിയാകാനുള്ള ഷർത്തുകളുണ്ട്. ഈ ഷർത്തുകൾ പാലിക്കാത്തവന്റെ ഹജ്ജ് ശരിയാകുകയില്ല. അപ്പോ ഒരു സംഗതിക്ക് ഷർത്തുകളുണ്ട് എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നതിന് മുമ്പ് ആ ഷർത്തുകൾ പാലിച്ചാലേ അത് ശരിയാവുള്ളൂ. ഈ സകല ഇബാദത്തുകൾക്കും, നിസ്കാരത്തിനും നോമ്പിനും സക്കാത്തിനും ഹജ്ജിനും മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത്
ഷഹാദത്ത് കലിമ പഠിപ്പിച്ചതിന്റെ രഹസ്യം എന്താണ്? നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, ഇസ്ലാമിന്റെ തൂണുകളായ ഈ ഇബാദത്തുകൾക്ക് ഷർത്താണെന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഒരാൾ അള്ളാഹുവിന് വേണ്ടി മാത്രം നിസ്കരിച്ചാലേ അവന്റെ നിസ്കാരം ശരിയാവുള്ളൂ. അല്ലാത്തവർക്ക് വേണ്ടി നിസ്കരിച്ചാൽ അത് നിസ്കാരം ബാത്തിലാണ്, അത് ശിർക്കാണ്. ഇനി അള്ളാഹ്ക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്. ഞാൻ സുബീന്റെ സമയത്ത് എനിക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ ഉന്മേഷവും ഊർജ്ജസ്വലതയുണ്ട്. അപ്പോൾ സുബി ഞാൻ 4 റക്അത്താക്കാം, 2 റക്അത്ത് പോരാന്നാണ് എൻ്റെ അഭിപ്രായം. എന്നൊരാൾ പറഞ്ഞു സുബി 4 അള്ളാഹ്ക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്, അവൻ നിസ്കാരം ശരിയാണോ? കാരണം എന്താ? മുഹമ്മദ് റസൂലുള്ളാഹി ഇല്ല. കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടതുപോലെയാണ് ഒരാളുടെ നിസ്കാരം. പക്ഷേ ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ്, ആളുകളെ കൊണ്ട് ഓമിലെ നിസ്കാരക്കാരാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയാണ്. അതാണ് അവരുടെ ലക്ഷ്യം. കണിശമായി സുന്നത്തിൽ സ്ഥിരപ്പെട്ട നിസ്കാരമാണ്. നിസ്കാരം ശരിയാവും. കാരണം എന്താ? അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, അതെല്ലാം സ്വീകാര്യോഗ്യമാകണമെങ്കിൽ, ശരിയാകണമെങ്കിൽ, അതിന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന അച്ചിൽ അത് വാർത്തെടുക്കണം. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചതുപോലെ മാത്രം ചെയ്യണം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ശരിയാകാതെ ഒരു ഇബാദത്തും ശരിയാവില്ല. ഇത് നിങ്ങൾ കുറിച്ച് വെക്കുക. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷർത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞാലോ, മുഹമ്മദ് റസൂലുള്ളാഹിക്ക് ഷർത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞാലോ, അത് നമുക്കറിയില്ലെങ്കിലോ, അത് നമ്മൾ പാലിക്കുന്നില്ലെങ്കിലോ നമ്മുടെ ഷഹാദത്ത് തന്നെ ബാത്തിലായി പോകും. ഷഹാദത്ത് ബാത്തിലായി പിന്നെ എന്ത് ഇബാദത്ത് ചെയ്തിട്ട് എന്താണ് കാര്യം? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷർത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ, അത് നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എത്ര ഗുരുതരമായ വീഴ്ചയാണത്. മുസ്ലിം ഉമ്മത്തിന് അത് പഠിപ്പിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അതെത്ര ഗുരുതരമായ പൂഴ്ത്തിവെപ്പാണത്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. നിസ്കാരത്തിന്റെ ഷർത്ത്, നോമ്പിന്റെ ഷർത്ത്, സക്കാത്തിന്റെ ഷർത്ത്, ഹജ്ജിന്റെ ഷർത്ത്, അതിന്റെ റുക്ന്, അതിന്റെ ഫർള്. ഇപ്പൊ നിസ്കാരത്തിന്റെ റുക്നുകൾ എന്താണ്? നിസ്കാരത്തിൽ ഓരോ ചലനങ്ങളും തക്ബീറത്തുൽ ഇഹ്റാം, റുക്കൂഅ്, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യൽ, സുജൂദിന്റെ ഇടയിൽ, കാരണം അത് അതിലെ ഓരോ അംഗങ്ങളാണ്, ചലനങ്ങളാണ്, അംശമാണ്. അതില്ലെങ്കിൽ സുജൂദില്ലാത്തൊരു നിസ്കാരമുണ്ടോ? ഫാത്തിഹ ഓതാത്ത നിസ്കാരമുണ്ടോ? റുക്കൂ ഇല്ലാത്തൊരു നിസ്കാരമുണ്ടോ? അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 2 റുക്നുകളാണ്, സ്തംഭങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ നേരത്തെ വിശദീകരിച്ച നഫ്യും ഇസ്ബാത്തും, നിരാകരണവും സ്ഥിരീകരണവും. അതില്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല. നിസ്കാരത്തിന് മുമ്പ് നിസ്കാരത്തിന്റെ ഷർത്തുകളാകുന്ന വുളു എടുക്കൽ, ശുദ്ധി വരുത്തൽ, ഖിബലക്ക് മുന്നിടൽ, ഔറത്ത് മറക്കൽ എന്ന ഷർത്തുകൾ നമ്മൾ സ്ഥാപിച്ചാലേ നിസ്കാരം ശരിയാകൂ എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സർവ്വ ഇബാദത്തുകളുടെയും അടിസ്ഥാനമായ ഷർത്തായ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷർത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കൽ നിർബന്ധമില്ലേ? ഏതൊക്കെയാണ് ഷർത്തുകൾ? പണ്ഡിതന്മാർ പറഞ്ഞു, ഇൽമുൻ യഖീനുൻ വ ഇഖ്ലാസുൻ വ സിദ്ഖു കമാ മഹബ്ബത്തിൻ വൻഖിയാദിൻ വൽ ഖബൂലി ലഹാ. 7 ഷർത്തുകളാണ്. ഒന്ന് ഇൽമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് കറകളഞ്ഞ അറിവ് നമുക്ക് വേണം. നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം? നമ്മൾ വിശദീകരിച്ചു. അതിന്റെ ആദ്യ ഷർത്ത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം? ഒന്നാമത്തെ ഷർത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകണമെങ്കിൽ അതിന്റെ ഒന്നാമത്തെ നിബന്ധന എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ആവർത്തിക്കൂ. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. എന്താണ് അതിന്റെ അർത്ഥം? ന്യായമായും ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹതയുള്ളവൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹതയുള്ളവരായി ഒരാളുമില്ല. അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ പോലും മുഹമ്മദ് നബിയേക്കാൾ ശ്രേഷ്ഠനായ പടപ്പുണ്ടോ? ഇല്ല. നബിക്ക് പോലും അതിന്റെ ഒരു അംശം പോലും അർഹതയില്ല. ഇനി മനുഷ്യരെ വിട്ടു, മനുഷ്യരെക്കാൾ ശ്രേഷ്ഠരായ മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ അള്ളാഹു വഹി ഇറക്കാൻ തിരഞ്ഞെടുത്ത സാക്ഷാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണെങ്കിൽ പോലും ആ മലക്കിന് പോലും അതിന് അവകാശമില്ല. പിന്നെ ആർക്കാണ്? പിന്നെ നമുക്കിടയിൽ ജീവിച്ചു മരിച്ച ഔലിയാക്കളെന്നും പുണ്യപുരുഷന്മാരെന്നും ആൾ ദൈവങ്ങളെന്നും ആളുകൾ വിശേഷിപ്പിക്കുന്ന ആളുകൾക്കുണ്ടോ? മൺമറഞ്ഞു പോയവർക്കുണ്ടോ? അവരുടെ ഖബറുകൾക്ക് മീതെ പടുത്തുയർത്തപ്പെട്ട മൺകൂനകൾക്കുണ്ടോ? ജീവനില്ലാത്ത കല്ലുകൾക്കുണ്ടോ? വിഗ്രഹങ്ങൾക്കുണ്ടോ? പുണ്യപുഷ്പങ്ങൾക്കുണ്ടോ? വിഗ്രഹം അതുപോലെ തന്നെ വൃക്ഷങ്ങൾക്കുണ്ടോ? ഒരാൾക്കുമില്ല, ഒരു വ്യക്തിക്കുമില്ല, ഒരു വസ്തുവിനുമില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. അതോടൊപ്പം അതിൽ 2 സ്തംഭങ്ങളുണ്ട്, അന്നഫ്യു വൽ ഇസ്ബാത്ത്. അല്ലാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തുകളെല്ലാം നിരാകരിക്കുന്ന നിരാകരണത്തിന്റെ റുക്ൻ ലാ ഇലാഹ. അതാണ് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് സ്ഥിരീകരിക്കുന്ന സ്ഥിരീകരണത്തിന്റെ ഇസ്ബാത്തിന്റെ റുക്ൻ.
അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത്, ഇല്ലല്ലാ എന്നത് അതിന്റെ താല്പര്യമാണ്. അപ്പൊ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥവും അതിന്റെ സ്തംഭങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകണം. രണ്ടാമത്തെ ഷർത്ത് എന്താണ്? ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്താണ്. നമുക്ക് എവിടുന്ന് കിട്ടി? ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് ഇങ്ങനെ അറിയണം, പഠിക്കണം. അതിന് തെളിവുണ്ടേ. ഉലമാക്കൾ ഈ ഷർത്ത് ഉണ്ടാക്കാൻ അവർക്ക് എവിടുന്ന തെളിവ്? നമ്മൾ തുടക്കത്തിലുള്ള ക്ലാസ്സിൽ സൂചിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച അള്ളാഹു മദീനയിലെത്തിയിട്ട് ഹിജ്റയ്ക്ക് ശേഷം ഇറക്കിയ ആയത്തുകളിൽ ഒന്നാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് പഠിക്കുക നബിയെ. നബിയെ വിളിച്ചിട്ടാ പറയുന്നു. നബിയെ വിളിച്ചിട്ടാ പറയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പഠിച്ചിരിക്കൽ സർവ്വ മനുഷ്യർക്കും നിർബന്ധമാണ്. അത് പഠിച്ചാലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുള്ളൂ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വഹീഹുൽ ബുഖാരിയിലോ സ്വഹീഹ് മുസ്ലിമിലോ വായിക്കാൻ സാധിക്കുന്ന ഹദീസാണിത്. മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖൽ ജന്ന. ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പഠിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി, പഠിച്ചറിഞ്ഞ ഒരാൾ മനസ്സിലാക്കിയാൽ അതനുസരിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചറിഞ്ഞവനായ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് സാക്ഷ്യം വഹിച്ച് അതിലായി ജീവിച്ചു മരിച്ചത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ അത് പഠിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം, പഠിക്കണം, അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകണം. ഇതാണ് ഒന്നാമത്തെ ഷർത്ത്. രണ്ടാമത്തെ ഷർത്ത് അൽ യഖീൻ, ഉറപ്പുണ്ടാവണം. കേവലം അറിവ് പോരാ, ഒരു സംശയവും കലരാത്ത അറിവ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണോ, അല്ല അങ്ങനെ പറയുന്നത് ശരിയാണോ? സംശയത്തിന്റെ ഒരു പുഴുക്കുത്ത് നമ്മുടെ കൽബിൽ മതി. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ഞാൻ ചെയ്യുന്നു, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തുകളെല്ലാം നിഷേധിക്കണം, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന സർവ്വ ആരാധ്യന്മാരെയും നിഷേധിക്കണം എന്ന് പറഞ്ഞാൽ അത് അസഹിഷ്ണുതയല്ലേ? അത് സാഹോദര്യത്തിനും മതസൗഹാർദ്ദത്തിനും എതിരല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന മോഡേൺ ഇസ്ലാമിസ്റ്റുകളാണെങ്കിലോ, സംശയം ജനിക്കുന്നവരാണെങ്കിലോ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രണ്ടാമത്തെ ഷർത്താണ് അവർ നഷ്ടപ്പെടുത്തിയത്. എന്താണ് ഇതിനുള്ള തെളിവ്? എന്താണ് ഇതിനുള്ള തെളിവ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൽ ഹുജറാത്തിൽ നമ്മോട് പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ ഇനി പറയാൻ പോകുന്ന ആളുകൾ മാത്രമാണ്. ഇന്നമ എന്ന് പ്രയോഗിച്ചൊരു സംഗതി ഖുർആനിൽ വന്നിട്ടുണ്ടെങ്കിൽ, അറബി ഭാഷയിലുണ്ടെങ്കിൽ, എന്താണോ അവിടെ പറയുന്ന വിശേഷണം അതിൽ പരിമിതപ്പെടുമെന്നാണ്. അപ്പൊ മുഅ്മിനീങ്ങൾ, ഇന്നമ അൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ ഇനി പറയാൻ പോകുന്നവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ, അല്ലാത്തവരൊന്നും മുഅ്മിനീങ്ങളല്ല എന്നാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അല്ലദീന ആമനു ബില്ലാഹി വ റസൂലി, അവർ അല്ലാഹു റസൂലിലും ഈമാൻ കൈക്കൊണ്ടവരാണ്, വിശ്വസിച്ചവരാണ്. സുമ്മ ലം യർതാബു, പിന്നീട് ആ ഈമാനിൽ സംശയം കലരാത്തവരാണ് അവർ. അല്ലാഹു റസൂലിലും ഈമാൻ കൈക്കൊണ്ടവരെന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് കലിമകളുടെ താല്പര്യം അറിഞ്ഞ് ഉറപ്പിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ, അതാണല്ലോ ഈമാൻ. ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവല വിശ്വാസം മാത്രമല്ല. അഹ്ലുസുന്ന വൽ ജമാഅ ഈമാൻ നൽകിയ താരീഫ് എന്താണ്? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഹൃദയത്തിലുള്ള വിശ്വാസവും നാക്കുകൊണ്ടുള്ള പ്രഖ്യാപനവും അവയവങ്ങളിലൂടെയുള്ള പ്രവർത്തനവുമാണ്. ഇങ്ങനെ ഒരാൾ ഈമാൻ കൈക്കൊണ്ടു, അല്ലാഹുൽ റസൂൽ, സുമ്മ ലം യർതാബു, പിന്നീട് അതിൽ യാതൊരു സംശയവും കലരാതിരിക്കുകയും ചെയ്തു. എന്നിട്ട് ആയത്തിന്റെ അവസാനം അല്ലാഹു പറയണം, ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവരാണ് സത്യസന്ധന്മാരായ യഥാർത്ഥ ഈമാനുള്ള മുഅ്മിനീങ്ങൾ. അപ്പൊ ആയത്തിൽ ഈമാനിൽ സത്യസന്ധതയുള്ളവർ ആര് മാത്രമാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് പ്രഖ്യാപിച്ചതിന് ശേഷം അതിൽ യാതൊരു സംശയം കലരാത്തവർ. ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ, ആരാണോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് സാക്ഷ്യം വഹിക്കുകയും ആ ഷഹാദത്തിൽ ഗൈറ ശാക്കിൻ ഫീഹിമ, ഒരു സംശയവുമില്ലാതെ അല്ലാഹുവിനെ ഖിയാമത്ത് നാളിൽ കണ്ടുമുട്ടുകയും ചെയ്തത്, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, ദഖല ജന്ന. മറ്റൊരു ഹദീസിൽ കാണാം, മുസ്തൈഖിനം ബിഹാ ഖൽബു, ഹൃദയത്തിൽ ഉറപ്പോടെ, ഈ യഖീൻ എന്ന പ്രയോഗം അങ്ങനെ തന്നെ വന്നു, ഉറപ്പോടുകൂടി സംശയമില്ലാതെ ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടിയത്, ഇങ്ങനെ ഷഹാദത്ത് കൈക്കൊണ്ടത്, അവന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. ഇതാണ് രണ്ടാമത്തെ ഷർത്ത്. ഇതിൽ യാതൊരു സംശയവും പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയുടെ താല്പര്യത്തിൽ ഒരു നിലക്ക് നമുക്ക് സംശയം പാടില്ല. എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാതെ മരിച്ച, കലിമത്തു ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അംഗീകരിക്കാതെ ഒരാൾ മരിച്ചു, അവൻ ലോകത്തറിയപ്പെട്ട സാമൂഹ്യ പ്രവർത്തകനാണ്, കാരുണ്യ പ്രവർത്തകനാണ്,
സമാധാനത്തിന് നോബൽ സമ്മാനം നേടിയവരാണ്, രാഷ്ട്രശില്പികളാണ്, രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നവരാണ്. വലിയ പുണ്യപ്രവർത്തനങ്ങൾ, വലിയ ത്യാഗങ്ങൾ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി സഹിച്ചവരാണ്. പക്ഷേ ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് അവർ വന്നില്ല. ആളുകളെ ഭൗതികമായ ഭരണകൂടത്തിന്റെയും അധിനിവേശത്തിന്റെയും അതുപോലെ തന്നെ സ്വേച്ഛാധിപതികളുടെയും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ ശിർക്കിന്റെയും കുഫറിന്റെയും അടിമത്തത്തിൽ നിന്ന് സ്വയം മോചിതനായി അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന തൗഹീദിലേക്ക്, ഇസ്ലാമിലേക്ക്, ആ സ്വാതന്ത്ര്യത്തിലേക്ക് ഈ കൈപിടിച്ച് നയിച്ച നവോത്ഥാന നായകന്മാർക്കോ രാഷ്ട്രശില്പികൾക്കോ ഒന്നും സാധിച്ചിട്ടില്ല എന്ന് വിചാരിക്കാം. ചുരുക്കി പറഞ്ഞാൽ, മുസ്ലിമാകാതെ ഷഹാദത്ത് കലിമ പ്രഖ്യാപിക്കാതെ ഒരാൾ മരിച്ചു. ലോകത്തറിയപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ വിശേഷണങ്ങളൊക്കെയുള്ള പുണ്യപുരുഷന്മാർ, നവോത്ഥാന നായകന്മാർ, രാജ്യശില്പികൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നവർ ഇസ്ലാമിലല്ലാതെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിക്കാതെയാണ് മരിച്ചതെങ്കിൽ എന്തായിരിക്കണം ഒരു മുസ്ലിമിന്റെ വിശ്വാസം? നരകത്തിലാണ്, ശാശ്വതമായ നരകത്തിലാണ്, കാലാകാലം നരകത്തിലാണ്. അവരൊന്നുമില്ലാത്ത സ്വർഗം നമുക്ക് വേണ്ട എന്ന് മുസ്ലിമിന്റെ പേര് വെച്ചവന് പറയാൻ സാധിക്കുമോ? അത് അസഹിഷ്ണുതയാണ്, അത് വർഗീയതയാണ് എന്ന് ഏതെങ്കിലും മീമിന്റെ പേര് വെച്ചവന് തോന്നിക്കഴിഞ്ഞാൽ അത് ഇസ്ലാമല്ല, അത് ഈ ഷർത്തിനെ ബാധിക്കുന്നതാണ്. അള്ളാഹുവിനെയും റസൂലിനെയും ഷഹാദത്ത് കലിമ കൊണ്ട് അംഗീകരിച്ച് ഉറച്ചു വിശ്വസിച്ച് ഇസ്ലാമിലേക്ക്, തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക് വരാത്ത, ഇസ്ലാമിനെ പുൽകാത്ത ആരാകട്ടെ, അവരെത്ര നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാലും ശരി, അങ്ങനെ മരിച്ചാൽ കാലാകാല നരകത്തിലായിരിക്കും. പരലോകത്ത് അവരേറ്റവും പരാജിതരായിരിക്കും. ദുനിയാവിൽ എത്ര മെച്ചപ്പെട്ടവരും വിജയിച്ചു വരുന്ന ആളുകൾ വിശേഷിപ്പിച്ചാലും ശരി, ഈ വിശ്വാസത്തിൽ നമുക്ക് ഉറപ്പില്ലേ? അങ്ങനെ മരിച്ച ആളുകൾ, ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, പല പേരുകളും നമ്മുടെ ഓർമ്മയിൽ വരും. ഇന്നാള്, അയാള് നരകത്തിൽ, അത് നമ്മൾ പറയണ്ട. എന്താ പറയണ്ടെന്ന് പറയാൻ? നമ്മളിതിനെ പറയാൻ പോണു. സംശയമാണ്, ഉറപ്പുണ്ടെങ്കിൽ അത് പറയണ്ടെന്ന് പറയും. അത് അങ്ങനെയാണ് വെച്ച് നരകത്തിലാണ്, യാതൊരു സംശയവുമില്ല. അതാണ് ഒരു മുസ്ലിമിന്റെ ഭാഷ്യം. തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നതിൽ ഉറപ്പുണ്ടെങ്കിൽ പിന്നെന്താണ് സഹോദരൻ ഇതിലുള്ള ഉറപ്പ് എന്ന് പറഞ്ഞാൽ? ഇത് അംഗീകരിക്കാത്തവർ കാലാകാലം കത്തിയെരിയുന്ന നരകത്തിലാണ് എന്ന വിശ്വാസമില്ലെങ്കിൽ, അതിലുറപ്പില്ലെങ്കിൽ പിന്നെന്താണ് നമുക്ക് ഷഹാദത്തിലുള്ള ഉറപ്പ്? അത് ഉറപ്പിച്ചു പറയാൻ നമുക്ക് ധാർഷ്ട്യമില്ലെങ്കിൽ, ആളുകളുടെ മുമ്പിൽ അത് വെല്ലുവിളിച്ച് അവരെ ചൊടിപ്പിക്കണം, പ്രകോപിപ്പിക്കണം എന്നല്ല പറഞ്ഞത്. നമ്മുടെ വിശ്വാസത്തിൽ അത് രൂഢമൂലമായിട്ടില്ലെങ്കിൽ, അത് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, എന്താണ് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറപ്പ്? എന്താണ് മുഹമ്മദ് റസൂലുള്ളാഹിയുള്ള ഉറപ്പ്? അതുകൊണ്ട് സംശയത്തിന്റെ ഒരു പുഴുക്കുത്തു പോലും പാടില്ല. ഇത് മാത്രം പറയുകയാണെങ്കിൽ അതിനു വേണ്ടി ഓരോ ഷർത്തുകളും വിശദീകരിക്കാൻ ഓരോ ദർസുകൾ അല്ലെങ്കിൽ ഒരുപാട് ദർസുകൾ വേണ്ടി വരും. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഷർത്ത്, അൽ യഖീൻ. മൂന്നാമത്തേത് എന്താണ്? അൽ ഇഖ്ലാസ്. ഇൽമുൻ യഖീനുൻ വ ഇഖ്ലാസുൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് നമ്മൾ പ്രഖ്യാപിക്കേണ്ടത് ഇഖ്ലാസോട് കൂടിയിട്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ലക്ഷ്യമാക്കി, അവന്റെ ദീനാണിത്, അവന്റെ കൽപ്പനയാണിത്. ഈ ഇഖ്ലാസ് ഇല്ലാത്തതൊന്നും അവൻ സ്വീകരിക്കുകയില്ല. അള്ളാഹു നമ്മോട് പറഞ്ഞിരിക്കുന്നു, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. അള്ളാഹുവിന് വേണ്ടത് ഖാലിസായ ദീനാണ്. എന്താണ് ഖാലിസായ ദീൻ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന് മാത്രം കാഴ്ചവെക്കുന്ന, അവന് മാത്രം സമർപ്പിക്കുന്ന ഇബാദത്തുകളും നന്മകളും, അവന്റെ മാത്രം പ്രതിഫലം കാക്ഷിക്കുന്ന, അവന്റെ മാത്രം കൂലി പ്രതീക്ഷിക്കുന്ന, അവനൊരുക്കി വെച്ച സ്വർഗം മോഹിക്കുന്ന, അത് ലക്ഷ്യമാക്കി ആ പ്രതിഫലേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്ന ദീൻ, കാഴ്ചവെക്കുന്ന ദീൻ, അത് മാത്രം അള്ളാഹു സ്വീകരിക്കുള്ളൂ. അത് മാത്രമാണ് അള്ളാഹുവിന് വേണ്ടി നമ്മൾ സമർപ്പിക്കേണ്ടത്. അതല്ലാത്തൊന്നും അള്ളാഹു സ്വീകരിക്കില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്നൊരാൾ പ്രഖ്യാപിച്ചു, ഒരു മുസ്ലിം പ്രഖ്യാപിച്ചു എന്ന് വിചാരിക്കുക, ഷഹാദത്ത് പ്രഖ്യാപിച്ചു. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും, അതല്ലെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന മുസ്ലിം സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ വേണ്ടിയാണെങ്കിലോ, ഇഖ്ലാസ് ഉണ്ടോ അവിടെ? ഉണ്ടോ? അതല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നാട്ടിൽ അവരുടെ കരങ്ങളിൽ നിന്ന് സുരക്ഷിതരാകാൻ, തന്റെ രക്തവും സമ്പത്തും സേഫാക്കാൻ വേണ്ടിയിട്ടാണ് ഒരാൾ ഷഹാദത്ത് പ്രഖ്യാപിച്ചെങ്കിലോ? മുനാഫിക്കുകളെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലാഹു പറഞ്ഞില്ലേ, മുനാഫിക്കുകൾ നിങ്ങളുടെ അടുത്ത് വരും, ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് വല്ലാഹു യഅലമു ഇന്നക ലറസൂലു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. മുനാഫിക്കുകൾ വരും, എന്നിട്ട് പറയും, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണെന്ന്. അല്ലാഹു പറയണം, അല്ലാഹുവിനറിയാം താങ്കൾ അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ്. പക്ഷെ മുനാഫിക്കുകൾ കള്ളം പറയുന്നവരാണ്, സത്യസന്ധരല്ല. മറ്റൊരു ശർത്ത് അതാണ്, സിദ്ഖ് വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യസന്ധമായി നമ്മൾ പ്രഖ്യാപിക്കണം. മുനാഫിക്കുകളെ പോലെ ഉള്ളിലൊന്ന് ഒളിപ്പിച്ചു വെച്ച് പുറമേക്ക്, ഉള്ളിൽ നമ്മൾ ഇസ്ലാമികേതര ആദർശങ്ങൾ കൊണ്ടു നടക്കും,
അവിടെ ഇസ്ലാമിന് പുറത്തുള്ള സകല പ്രത്യയശാസ്ത്രം, കമ്മ്യൂണിസവും മാർക്സിസവും ഫാസിസവും അതിനപ്പുറത്ത് ലിബറലിസവും എത്തിസവും ഫെമിനിസവും ഷിയായിസവും ഇങ്ങനത്തെ സകല ഇസങ്ങളും അതിനോടുള്ള ഇഷ്ടം നമ്മൾ മനസ്സിൽ കൊണ്ടുവരും. പുറമേക്ക് നമ്മൾ മുസ്ലിമായി അഭിനയിച്ച് ചമഞ്ഞ് നിസ്കരിക്കും, നോമ്പെടുക്കും. എന്താണ് കാര്യം? നമ്മുടെ വിശ്വാസത്തിൽ ഇസ്ലാമികേതര ആദർശങ്ങൾ പടുത്തുയർത്തപ്പെടുന്നു. പ്രത്യക്ഷത്തിൽ നമ്മളൊരു മുസ്ലിമിന്റെ പരിവേഷത്തിൽ നടക്കുന്നു. എന്താണ് കാര്യം സഹോദരങ്ങൾ? പോകട്ടെ, പ്രത്യക്ഷത്തിലുണ്ടെന്ന് മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമിന്റെ അടയാളം ഉണ്ടോ? പ്രത്യക്ഷവും വിശ്വാസവും ഉള്ളും മകവും പുറവുമൊക്കെ ഒരുപോലെ ഇസ്ലാമികേതര പ്രത്യയശാസ്ത്രങ്ങളോടും സംസ്കാരങ്ങളോടും രീതികളോടും ആളുകൾ അതിനോടാണ് താദാത്മ്യം പുറപ്പെടുവിക്കുന്നത്, പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നത്. വേഷം എങ്ങനെയാണ്? മുസ്ലിമീങ്ങളുടെ വേഷം എങ്ങനെയാണ്? ഇസ്ലാമിന്റെ സംസ്കാരമാണ്. മുസ്ലിമിന്റെ ഡ്രസ് കോഡ് എന്താണ്? ഇസ്ലാമിന്റെ സംസ്കാരമാണ്. മുസ്ലിം പുരുഷന്മാരുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ്? ഇസ്ലാമിന്റെ. മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണം എന്താണ്? ഏതാണ് ആ പാരമ്പര്യം? ഇന്നത്തെ ന്യൂജൻ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരുടെയും ഡ്രസ് കോഡിന്റെ സംസ്കാരം ഏതാണ്? ജൂതന്മാർക്കെതിരെ, ഇസ്രായേലിനെതിരെ ശബ്ദിക്കുന്നു. അവരെ പ്രൊഡക്ട്സ് കിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അവർക്കെതിരെ തരം കിട്ടിക്കഴിഞ്ഞാൽ റോട്ടിലിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഈ ഇറങ്ങുന്നവന്റെ കോലവും ചേലും രൂപവും. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ബഅദ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാളുടെ ജീവിതത്തിൽ ശരിയാകണമെങ്കിൽ അതിന് പണ്ഡിതന്മാർ നിർദ്ദേശിച്ച ഷർത്തുകളാണ്. ഒന്നാമതായി ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചുള്ള അറിവ് വേണം. ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥമോ അതിൻ്റെ ആശയമോ അതിൻ്റെ താല്പര്യമോ അതിൽ നമുക്ക് അജ്ഞത പാടുകയില്ല. രണ്ടാമത്തേത്, ആ വിഷയത്തിൽ യാതൊരു സംശയവും കലരാതെ സന്ദേഹമില്ലാതെ ഉറപ്പ് വേണം. അതിൻ്റെ താല്പര്യങ്ങളിലോ അനുബന്ധങ്ങളിലോ വിശദാംശങ്ങളിലോ യാതൊരു സംശയവും പാടില്ല. അതിനെതിരെ നിൽക്കുന്നവർ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള അവരുടെ ആത്യന്തികമായ പര്യവസാനത്തെക്കുറിച്ച് പോലും പരലോകത്തെ അവരുടെ അവസ്ഥയെക്കുറിച്ച് പോലും നമുക്ക് സംശയം പാടില്ല. മൂന്നാമതായി നമ്മൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച് ഇഖ്ലാസോടുകൂടി അവനതിനെ പ്രഖ്യാപിക്കണം. ഇഖ്ലാസ് ഇല്ലെങ്കിൽ അല്ലാഹുവിന് വേണ്ടി, പരലോകത്തേക്ക് വേണ്ടി, സ്വർഗം നേടാൻ വേണ്ടിയല്ലാതെ ഭൗതികമായ എന്തെങ്കിലും തൽപര ലക്ഷ്യങ്ങൾക്കോ നേട്ടങ്ങൾക്കോ വേണ്ടി ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ അവനത് സ്വീകരിക്കുകയില്ല. അല്ലാഹു പറഞ്ഞതുപോലെ അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ, സൂറത്തുൽ ബൈ, മുഖ്ലിസീന ലഹുദ്ദീൻ. ദീനിൽ ഇഖ്ലാസ് ഉള്ളവരായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് അല്ലാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ നിസ്കരിക്കാൻ, അങ്ങനെ സക്കാത്ത് നിർവഹിക്കാൻ. വദാലിക ദീനുൽ ഖയ്യിമ, അതാണ് നേരായ ദീൻ. അതുപോലെ തന്നെ പ്രസിദ്ധമായ ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്അദുൻ നാസി ബിശഫാഅതി, ഖിയാമത്ത് നാളിൽ എൻ്റെ ശഫാഅത്ത് കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, എൻ്റെ ശഫാഅത്ത് കൊണ്ട് സൗഭാഗ്യം ലഭിക്കുന്നവർ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബി, ഹൃദയത്തിൽ ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഇഖ്ലാസോടുകൂടി പ്രഖ്യാപിച്ചാലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുള്ളൂ. അതിനപ്പുറത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥവും ആശയം അറിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് ഒരുപാട് തവണ പ്രഖ്യാപിക്കുന്നു, എന്നിട്ട് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് തേടുന്നു. അല്ലാഹുവിന് മാത്രമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് സമർപ്പിക്കുന്നില്ല. ഇഖ്ലാസോടുകൂടി അല്ലാഹുവിന് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് സമർപ്പിക്കുക എങ്ങനെ? അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് തേടുന്നു, ഒപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നു. എന്തിനാണ് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് തേടുന്നത്? ഞങ്ങൾക്ക് അള്ളാന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ വേണ്ടി, ശഫാഅത്തിന് വേണ്ടി. നബിയെ വിളിച്ച് തേടുന്ന എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്, എന്തൊരു വൈരുദ്ധ്യമാണെന്ന് നോക്കി നിങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ഇഖ്ലാസോടുകൂടി സമർപ്പിച്ചാലേ അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടുള്ളൂ. അതേ റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയിട്ട് ആ നബിയുടെ ശഫാഅത്ത് നമുക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തൊരു വിരോധാഭാസമാണ്, എന്തൊരു വൈരുദ്ധ്യമാണ്, വൈചിത്ര്യമാണ്. അപ്പൊ ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂന്നാമത്തെ ഷർത്ത്. നാലാമത്തെ ഷർത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, സിദ്ഖാണ്. സത്യസന്ധമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പ്രഖ്യാപിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ആരെ പോലെയാകും? മുനാഫിക്കുകളെപ്പോഴും. അവിടെ നമ്മൾ പറഞ്ഞെത്തിയത്, നമ്മുടെ പ്രവർത്തനങ്ങളിലോ നമ്മുടെ വാക്കിലോ നമ്മുടെ സംസ്കാരങ്ങളിലോ നമ്മുടെ രീതിശാസ്ത്രങ്ങളിലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ താല്പര്യം നമ്മൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ നമുക്കത് ഉറപ്പില്ലെങ്കിലോ, വിശ്വാസമില്ലെങ്കിലോ. ഒരാൾ നിസ്കരിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ അയാൾക്ക് പിന്നെ ഏറ്റവും അടുത്ത വാജിബ് എന്താണ്? അയാളുടെ ജീവിതത്തിൽ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത സംഗതി നിസ്കാരമാണ്. നോമ്പ് ഒരു പക്ഷേ അയാൾക്ക് കഴിവില്ലെങ്കിൽ അയാൾക്ക് ഇളവുണ്ട്.
ഹജ്ജ് എല്ലാവർക്കും നിർബന്ധമുണ്ടോ? സക്കാത്ത് എല്ലാവർക്കും നിർബന്ധം. പക്ഷെ നിസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. നിസ്കാരം എങ്ങനെയാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും വുളു എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിലും കഴിയുന്ന പോലെ നിസ്കരിക്കണം. അത്രമേൽ ഗൗരവമുള്ള കാര്യമാണ് നിസ്കാരം. പക്ഷെ ഒരാൾ നിസ്കരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നു, അതിന്റെ താല്പര്യമാണ് നിസ്കാരം നിലനിർത്തുക അള്ളാഹുവിന് വേണ്ടി മാത്രം. പക്ഷെ നിസ്കരിക്കുന്ന നിസ്കാരം നിർബന്ധമാണെന്നുള്ള വിശ്വാസത്തിലൊന്നല്ല, അള്ളാഹിന്റെ അടുത്ത് നിന്ന് കൂലി കിട്ടണമെന്നുള്ള വിശ്വാസത്തിലൊന്നല്ല. അതിങ്ങനെ ഒരു ഒഴുക്കിന് മുസ്ലിങ്ങളായ എല്ലാവരും നിസ്കരിക്കണം. നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളൊക്കെ നിസ്കരിക്കുന്നുണ്ട്. അതിങ്ങനെ ട്രഡീഷണലായിട്ട് കൈമാറി വന്ന ഒരു ആചാരം അനുഷ്ഠാനമാണെന്നുള്ള നിൽക്കാണ് അയാൾ നിസ്കരിക്കുന്നെങ്കിലും സത്യസന്ധമായി അള്ളാഹുവിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടിയല്ലെങ്കിലോ, അള്ളാഹു കൽപ്പിച്ച അള്ളാഹു ശറാക്കിയതുകൊണ്ടാണ് എന്റെ നിസ്കാരം എന്നില്ലെങ്കിലോ, സിദ്ഖില്ല, ചെയ്യുന്ന പ്രവൃത്തിയിൽ സത്യസന്ധതയില്ലെങ്കിൽ അവന്റെ നിസ്കാരവും സ്വീകരിക്കില്ല, അവന്റെ ദീൻ തന്നെ പൊളിഞ്ഞു പോകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ ബാത്തിലാണ്. അതുപോലെ തന്നെ താടി നീട്ടുന്ന ആൾ, താടി നീട്ടുന്നത് ഇതിന്റെ കൂലി പ്രതീക്ഷിച്ച് ഇതിന്റെ ശർഈയായ എന്താ പറയാ അതിന്റെ നിർബന്ധമായ ബാധ്യത പരിഗണിച്ചു ആണ് അയാൾ ചെയ്യുന്നെങ്കിലും അയാൾക്ക് അതിന് കൂലി കിട്ടും. അതല്ല, താടി ഇങ്ങനെ ഞാനൊരു ഹരത്തിനങ്ങ് നീട്ടിയതാണ്, ഒരു രസത്തിനങ്ങ് നീട്ടിയതാണ്, സത്യസന്ധതയില്ലെങ്കിൽ അതുകൊണ്ടൊന്നും പ്രതിഫലം ലഭിക്കുകയില്ല. അപ്പൊ ദീനിൽ എന്ത് ചെയ്യുന്നുവെങ്കിലും നമുക്ക് സിദ്ഖ് വേണം, നമുക്ക് സത്യസന്ധത വേണം. ആളുകളുടെ മുമ്പിൽ എന്ത് പ്രകടിപ്പിക്കുന്നു എന്നതല്ല കാര്യം. അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ഈ ചെയ്യുന്നത് എന്റെ അടിസ്ഥാനത്തിലാണ്, അള്ളാഹുമായി എനിക്കിതുമായിട്ടുള്ള ബന്ധം എന്താണ്, അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിനെ ബോധിപ്പിക്കാൻ വേണ്ടിയാണോ, അള്ളാഹുവിന്റെ സ്വർഗം മോഹിച്ചുകൊണ്ടാണോ? ഇങ്ങനെ സിദ്ഖോടുകൂടി, സത്യസന്ധതയോടുകൂടി നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കണം. ഇല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീസ് ഇതാണ്. നിങ്ങൾ തെളിവ്. മാ മിൻ അഹദിൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സിദ്ഖൻ മിൻ ഖൽബി, ഹൃദയത്തിൽ സത്യസന്ധമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നൊരാൾ സാക്ഷ്യം വഹിച്ചാൽ ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ, അവന്റെ മേൽ നരകം നിഷിദ്ധമായിരിക്കും. നരകം നിഷിദ്ധമായാൽ സ്വർഗം അവന് നിർബന്ധമായിരിക്കും. ഇപ്പൊ ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ എത്രാമത്തെ ഷർത്ത്? 4ാമത്തെ ഷർത്ത്. 5ാമത്തെ ഷർത്ത് അൽ ഖബൂൽ. ലാ ഇലാഹ ഇല്ലല്ലാഹയെ നമ്മൾ സ്വീകരിക്കണം. എങ്ങനെ സ്വീകരിക്കേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥവും ആശയവും നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിക്കണം. അതിന്റെ എന്തെങ്കിലും താല്പര്യങ്ങളോ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിശദാംശങ്ങളോ നമ്മൾ റദ്ദ് ചെയ്യരുത്, നിരാകരിക്കരുത്, തള്ളരുത്. ഉദാഹരണത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിച്ച ഒരാളോട് അള്ളാഹു അവന്റെ കലാമിലൂടെ ഖുർആനിലൂടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ഖുർആനിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും, തള്ളി, സ്വീകാര്യതയില്ല. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആധികാരികമായി സ്ഥിരപ്പെട്ട ഓതന്റിക്കായ ഹദീസിൽ ഇതാണ് അതിന്റെ തെളിവ്. എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല, ഹദീസിൽ അങ്ങനെ ഉണ്ടാവും. സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിം ഒക്കെ തോട്ടിലെറിയണം എന്ന് പറഞ്ഞ മുവഹിദുകളാണെന്ന് പറഞ്ഞു നടക്കുന്ന, ഇസ്ലാമിന് വേണ്ടി പ്രബോധകരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകൾ ജീവിക്കുന്ന നാട്ടിലാണ് നമ്മളുള്ളത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കുന്നുവെങ്കിൽ അത് നിർബന്ധമായും അറിയിക്കുന്ന അതിന്റെ താല്പര്യവും വിശദാംശങ്ങളും നമ്മൾ സ്വീകരിക്കണം. നമ്മളത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ശരി, തള്ളാൻ പാടില്ല. ഇപ്പൊ പുരുഷന്മാർ താടി നീട്ടൽ വാജിബാണ്. മദ്ഹബിന്റെ ഇമാമിയങ്ങൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. സംഗീതം ഹറാമാണ്, നിഷിദ്ധമാണ്. വാദ്യോപകരണങ്ങൾ ഹറാമാണ്. മദ്ഹബിന്റെ ഇമാമിയങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ അന്യ പുരുഷരുടെ മുമ്പിൽ അവരുടെ ശരീരത്തിന്റെ ബാഹ്യരൂപമടക്കം മറക്കണമെന്നത് ബഹുഭൂരിപക്ഷം ഉലമാക്കൾക്ക്, അവരുടെ മുഖം പോലും മറക്കണമെന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും, ഇനി അത് നിർബന്ധമല്ല എന്ന് പറഞ്ഞവരുണ്ടെങ്കിൽ വരെ, ഈ ഫിത്നയുടെ കാലഘട്ടത്തിൽ അവർ മുഖം മറക്കൽ അനിവാര്യമാണ്, പ്രതിഫലാർഹമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ മുഴുവൻ. നിർബന്ധമല്ല എന്ന് വിധി പറയാത്തവർ വരെ അവരുടെ പെൺമക്കളെയും അവരുടെ ഭാര്യമാരെയും മുഖം മറച്ചേ അവർ അന്യരുടെ മുമ്പിൽ കൊണ്ടുപോയിട്ടുള്ളൂ എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇങ്ങനെ അള്ളാഹുവിന്റെ ദീനിൽ സ്ഥിരപ്പെട്ട അനിഷേധ്യമായ തെളിവുകൾ കൊണ്ട് സുസ്ഥാപനം, അത് അംഗീകരിക്കാൻ എനിക്ക് വയ്യ. അതിന്റെ തെളിവുകളുടെ ബലാബലം മാറ്റുരക്കുന്നിടത്തല്ല നമ്മൾ, അത് അങ്ങനെ പലതും ഹദീസിലുണ്ടാവും, ആയത്തിലുണ്ടാവും, അതൊന്നും സ്വീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ല. എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കും, എനിക്ക് വ്യക്തി സ്വാതന്ത്ര്യമില്ലേ, ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും എന്നതാണ് ഒരാളുടെ താല്പര്യമെങ്കിലും അവൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, മസ്ജിദിന്റെ സെക്രട്ടറിയാണ്, പ്രസിഡന്റാണ് എന്നതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അയാൾക്ക് ഉപകാരം ലഭിക്കുകയില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയിക്കുന്ന എന്തൊക്കെയുണ്ടോ, മുഹമ്മദ് റസൂലുള്ളാഹി അറിയിക്കുന്ന എന്തൊക്കെയുണ്ടോ അത് സമ്പൂർണമായി സ്വീകരിക്കണം, തള്ളാൻ പാടില്ല.
അതിനെ നിരാകരിക്കാൻ പാടില്ല. നമ്മളത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ശരി. ഒരുപക്ഷെ എല്ലാ സുന്നത്തും എല്ലാ വാജിബുകളും നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞോളുന്നില്ല. പക്ഷെ നമ്മൾ പ്രവർത്തിക്കുന്നില്ല വെച്ചാൽ നമ്മൾ തള്ളല, നമ്മൾ പ്രവർത്തിക്കാത്തൊക്കെ നമ്മൾ തള്ളല, പ്രവർത്തിക്കുന്നവരെ കളിയാക്കല, അതെല്ലാം ഈ കബൂലിനെതിരാണ്. പാടില്ല. നമ്മൾ ചെയ്യാത്തതാണെങ്കിലും ശരി നമ്മളതിനെ നിരാകരിക്കാനോ തള്ളാനോ തിരസ്കരിക്കാനോ പാടില്ല. ഏതുപോലെ മക്ക മുശ്രിക്കുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയോട് അവർ കാണിച്ച സമീപനം അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഇല്ല. ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ. അവർ അഹങ്കരിച്ചു പുറത്തിരിഞ്ഞു. അവർ സ്വീകരിച്ചില്ല, അവർ തള്ളി, അവർ കബൂൽ ചെയ്തില്ല, അവരതിനെ റദ്ദ് ചെയ്തു. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? ഇന്നാ ലതാരികു ആലിഹത്തിനാ ലിശാഇരി മജ്നൂൻ. ഈ ഭ്രാന്തനായ കവിക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ഏർപ്പാടും ശിർക്കൊക്കെ ഒഴിവാക്കിയത് പറ്റൂല എന്ന് പറഞ്ഞു. അവരതിനെ തള്ളി. ഇതുപോലെ ദീനിന്റെ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചു കൊടുത്താൽ തള്ളുന്ന, അതിനെ തിരസ്കരിക്കുന്ന ആളുകളെല്ലാം ലാ ഇലാഹ ഇല്ലല്ലയുടെ അഞ്ചാമത്തെ ഷർത്തായ ഖബൂലിനെ നിരാകരിക്കുന്നവരാണ്. അതിനു മുമ്പ് ഒരു സംഗതി പറയേണ്ടിയിരുന്നു, നമുക്കിനി അവസാനം പറയാം. അലിൻഖിയാദ്, ആറാമത്തെ ഷർത്ത് അലിൻഖിയാദ്. ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ, ഖബൂൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിലും ഹൃദയത്തിലും പരിമിതപ്പെടും. ഹൃദയത്തിൽ നമ്മളതിനെ ഉൾക്കൊള്ളണം, നാവ് കൊണ്ട് അതിന് നമ്മളെ തള്ളാതെ സ്വീകരിക്കണം. ഖബൂൽ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് കൂടി കയറും. അതിന് കീഴൊതുങ്ങണം, അതായത് അതിന്റെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കണം, അതിന് വിധേയപ്പെടണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നൊരാൾ അംഗീകരിച്ചോ, അയാൾ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് നിർബന്ധമാക്കിയ സകല വാജിബായ കാര്യങ്ങൾ പ്രവർത്തിക്കണം. അല്ലാഹു ദീനിൽ ഹറാമാക്കിയ സകല ഹറാമാക്കിയ കാര്യങ്ങളും അവൻ ഒഴിവാക്കണം. തന്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും സമൂഹത്തിന്റെ ചിന്തകൾക്കും അതുപോലെ തന്നെ കണ്ടെത്തലുകൾക്കും അതിനെതിരാണെങ്കിൽ ശരി, എന്റെ ഇഷ്ടത്തിന് അള്ളാഹും റസൂലും പറഞ്ഞ എതിരാണെങ്കിൽ ശരി, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന മുഹമ്മദ് റസൂൽ അംഗീകരിക്കുന്ന ഒരുവനാണോ അവൻ അതിന് കീഴൊതുങ്ങണം, വിധേയപ്പെടണം. അതാണ് ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ. അൽ-ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബിത്ത്വാഅ. ഇസ്ലാമിന്റെ ഡെഫിനിഷനായി ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പഠിപ്പിച്ചത് തൗഹീദ് കൊണ്ട് അള്ളാഹുവിന് കീഴൊതുങ്ങുക, അനുസരണം കൊണ്ട് അള്ളാഹുവിന് വിധേയത്വം കാണിക്കുക. ഇൻഖിയാദ് എന്നാണ് അവിടെ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ അംഗീകരിച്ചവനാണോ, പിന്നെ അള്ളാഹു പറഞ്ഞു, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു ദീനിൽ വാജിബാണ് എന്നറിഞ്ഞാൽ അവനെ പ്രവർത്തിക്കണം കാലാകാലം മരിക്കുവോളും. അള്ളാഹും അവന്റെ റസൂലും വിലക്കി ഹറാം എന്നറിഞ്ഞാൽ അവനത് ഒഴിവാക്കണം, മരണം വരെ അവൻ അകറ്റി നിർത്തണം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. എന്തൊക്കെയാണ് തനിക്ക് നിർബന്ധമായി പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ അവൻ അറിയണം, പഠിക്കണം, അത് പ്രവർത്തിക്കണം. എന്തൊക്കെയാണ് ഹറാമായ കാര്യങ്ങൾ അത് ഒഴിവാക്കണം, അവനത് ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹ് വഹുവ മുഹ്സിൻ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ. ആരാണോ തന്റെ മുഖം അല്ലാഹുവിന് കീഴൊതുക്കിയവനായി തൗഹീദുള്ളവനായി, വഹുവ മുഹ്സിൻ അല്ലാഹു കൽപ്പിച്ച നന്മകൾ പ്രവർത്തിച്ചു വിലക്കിയ ഹറാമുകൾ ഒഴിവാക്കി അള്ളാഹുവിന് വിധേയപ്പെട്ട് ഇൻഖിയാദോടുകൂടി, ആയത്തിനെ വിശദീകരിക്കുക പണ്ഡിതന്മാർ പറഞ്ഞു ഇതിലടങ്ങിയിരിക്കുന്നത് ഇൻഖിയാദ് എന്ന ശർത്താണ്. അള്ളാഹു കൽപ്പിച്ചതെല്ലാം പ്രവർത്തിച്ച് അവൻ വിലക്കിയതെല്ലാം ഒഴിവാക്കി അള്ളാഹുലേക്ക് മാത്രം മുഖം തിരിക്കുന്ന, അവന് മാത്രം കീഴൊതുങ്ങുന്ന തൗഹീദുള്ളവനായി ആരാണോ മാറിയത്, ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ, അവൻ ബലവത്തായ ഒരു കയറിലാണ് പിടിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ ഉർവത്തുൽ വുസ്ഖ എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉർവത്തുൽ വുസ്ഖ എന്ന് സൂറത്തുൽ ലുഖ്മാനിലെ 22-ാമത്തെ ആയത്താണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് ഉർവത്തുൽ വുസ്ഖ, ബലവത്തായ കയറ് എന്നതിനെ പണ്ഡിതന്മാർ മുഫസ്സിറുകൾ വിശദീകരിച്ചത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കുന്നവരാരാണ്? അള്ളാഹുവിന് വിധേയപ്പെട്ട് അവൻ കൽപ്പിച്ചതനുസരിച്ച് അവൻ വിലക്കിയത് ഒഴിവാക്കി മുഹ്സിനായി ജീവിക്കുന്നവർ, അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നവരെന്നാണ്. ഇതാണ് എത്രാമത്തെ ഷർത്ത്? ആറാമത്തെ ഷർത്ത്. ഏഴാമത്തെ ഷർത്ത്, അവസാനത്തെ ഷർത്ത് അൽ മഹബ്ബ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്തു ഷഹാദ നമ്മൾ പ്രഖ്യാപിക്കേണ്ടത് അങ്ങേയറ്റം ഇഷ്ടത്തോടു കൂടിയായിരിക്കും, വെറുപ്പോടുകൂടിയായിരിക്കും. താടി വെക്കുന്നുണ്ട് പക്ഷെ കുടുങ്ങി വെക്കുകയാണ്, നിർബന്ധമായി പോയല്ലോ, ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. 5 നേരം പുരുഷന്മാർ ശർഈയായ കാരണങ്ങളില്ലെങ്കിൽ സുബഹി മുതൽ ഇശാ വരെ, മുക്കല്ലഫായത് മുതൽ പ്രായപൂർത്തിയായത് മുതൽ മരിക്കുവോളം 5 നേരം പള്ളി വന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കണം. കുടുങ്ങിപ്പോയല്ലോ, ചെയ്യാതെ നിർവാഹമില്ലല്ലോ. അല്ലെ ഞാൻ മസ്ജിദിന്റെ കാര്യപ്പെട്ട ആളാണ്, എന്നെ അവിടെ കണ്ടില്ലെങ്കിൽ പോകാതെ നിർവാഹമില്ലല്ലോ, വെറുത്തുകൊണ്ട് ചെയ്യാണ്. നിര്യാണിക്ക് മുകളിൽ പുരുഷന്മാർ വസ്ത്രം കയറ്റി കൊടുക്കുന്നുണ്ട്, ഇത് ചെയ്യേണ്ടി വന്നുപോയല്ലോ, വെറുപ്പോടുകൂടി നീരസത്തോടുകൂടി ഉള്ളിൽ ഇഷ്ടമില്ലാതെ എങ്ങനെയാണ് നമ്മൾ ദീൻ പ്രവർത്തിക്കുന്നത്, നിസ്കരിക്കുന്നത്, ഇബാദത്ത് ചെയ്യുന്നത്?
ദീനിയായ നന്മകൾ പ്രവർത്തിക്കുന്നത്, നിർബന്ധമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്, ഹറാമായ കാര്യങ്ങൾ എനിക്ക് വളരെ പ്രിയപ്പെട്ട കാര്യമാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതുകൊണ്ട് ഞാൻ ഒഴിവാക്കണം. ആ ഹറാം ഒഴിവാക്കുമ്പോൾ നമ്മൾ വെറുപ്പോടുകൂടി ഒഴിവാക്കണം. നമുക്കിഷ്ടമുള്ള കാര്യമാണെങ്കിൽ വരെ നമ്മൾ തന്നെ നമ്മളെ പ്രാഗി, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തെ പ്രാഗി, ശപിച്ച്, പഴിച്ച്, ഇങ്ങനെയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കെതിരെ പരാതി പറഞ്ഞ് പലിശയുടെ ഏർപ്പാടിൽ കച്ചവട ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പൂതിയുണ്ട്. പക്ഷേ എന്തപ്പോൾ ചെയ്യും, മുസ്ലിമായി പോയല്ലോ, ഇത് ഒഴിവാക്കാതിരിക്കണില്ല, ഒരു കച്ചവടം ചെയ്യാൻ പറ്റൂലല്ലോ. ഇങ്ങനെ പ്രാഗി ശപിച്ചുകൊണ്ട് അഭിശപ്തനായി അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾ പാലിക്കുക. ഉലുഹിയ്യത്ത് അറക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയുന്നത് അത്ര ശരിയാണ്. ഈ മിണ്ടാപ്രാണികളെ, പാവങ്ങളെ, അവയെങ്ങനെ കഴുത്തറുത്ത് രക്തമൊഴുക്കി അവരോടൊരു കാരുണ്യം കാണിക്കണ്ടേ? ഇസ്ലാമിന്റെ മഹത്തായ ഇബാദത്താണത്. അള്ളാഹുലേക്ക് അതിന്റെ മാംസവും രക്തവും എത്തുന്നത്. വലാകിൻ യനാലുഹു തഖ്വ മിൻകും, അത് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ച തഖ്വയാണ് അള്ളാഹു പരിശോധിക്കുന്നത്. അപ്പൊ ഇത് കാടത്വമാണ്, നീചത്വമാണ്, പ്രാകൃതമാണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷെ എന്താ ചെയ്യാ, മുസ്ലിമായി പോയില്ലേ? നാട്ടുകാർ ചോദ്യം ചെയ്യില്ലേ? അറിയപ്പെട്ട പൈസക്കാരനാണ്, ഉദയത്തിന് പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ വെറുപ്പോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്ത് നമ്മൾ പാലിച്ചിട്ടില്ല. ഇങ്ങനെ ഓരോ രംഗത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്താകുന്ന മഹബത്തിന്റെ ഭാഗമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആശയവും സന്ദേശവും അതിന്റെ നിർബന്ധമായ ബാധ്യതകളും വിശദാംശങ്ങളും നമ്മൾ ഇഷ്ടപ്പെട്ട് പ്രവർത്തിക്കണം എന്നതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ നമ്മൾ ഇഷ്ടപ്പെടണം. അള്ളാഹു ഇഷ്ടപ്പെട്ട അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, സ്വഹാബത്തിനോട് ഇഷ്ടം ദീനിന്റെ ഇഷ്ടമാണ്. സ്വഹാബത്തിൽ ഒരാൾ വെറുത്താൽ ഇതാ ഷിയ സംസ്കാരം താത്വികമായി നമ്മുടെ സമൂഹത്തിൽ കുത്തിവെക്കപ്പെടുകയാണ്. സുന്നികൾ, തൗഹീദുള്ളവർ എന്ന് പറയുന്നവർ വരെ ചില സ്വഹാബിമാരെ, മുആവിയ റളിയല്ലാഹുവിനെ വിമർശിക്കുന്നവർ, അബൂ സുഫിയാൻ റളിയല്ലാഹുവിനെ വിമർശിക്കുന്നവർ, ഉസ്മാനി ഖിലാഫത്തിനെ വിമർശിക്കുന്നവർ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത്. അബൂ ഹുറൈറ പടച്ചുണ്ടാക്കിയ ഹദീസുകളാണ്, അബൂ ഹുറൈറയുടെ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഹദീസുകളാണ് ഈ പറയപ്പെട്ട ഹദീസുകളെന്ന് ആക്ഷേപിക്കുന്നവർ മുസ്ലിം ഉമ്മത്തിൽ തൗഹീദുണ്ടവരെന്ന് പറയുന്നവർ ജീവിച്ചിരിക്കുന്നുണ്ട് ഇന്നും. അള്ളാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ. ഇങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെട്ട, അള്ളാഹു സ്വർഗത്തിൽ ആണെന്ന് പറഞ്ഞവർ, അള്ളാഹു തൃപ്തിപ്പെട്ടവർ, അള്ളാഹിനെ തൃപ്തിപ്പെട്ടവർ എന്ന് അള്ളാഹുവിന്റെ കലാമിലൂടെ പറഞ്ഞവർ, അവരെ നമുക്ക് ഇഷ്ടമല്ല, നമുക്ക് വെറുപ്പാണ്. അവരെ പോലെ ആകാൻ നമുക്കൊരു മോഹം പോലുമില്ല. നേരെ മറിച്ച് നമുക്ക് ഇഷ്ടമുള്ളവരാരാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂതന്മാർക്കെതിരെ, ഇസ്രായേലിനെതിരെ നമ്മൾ മുദ്രാവാക്യം മുഴക്കും, അവരെ പ്രൊഡക്റ്റ് കിട്ടിയും. നമ്മുടെ സംസ്കാരം എന്താണ്? നമ്മുടെ ഡ്രസ് കോഡ് ആരുടെ ഡ്രസ് കോഡാണ്? നമ്മുടെ ഹെയർ സ്റ്റൈൽ ആരുടെ ഹെയർ സ്റ്റൈലാണ്? നമ്മുടെ മക്കളെ നമ്മളെ വസ്ത്രം ഉടുപ്പിക്കുന്നത് ആരുടെ കോലം കെട്ടിച്ചാണ്? നമ്മുടെ നാവിൽ തുളുമ്പുന്നത് ഇസ്ലാമിനോടുള്ള സ്നേഹവും മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ശബ്ദവുമാണ്. നമ്മുടെ പ്രവർത്തനത്തിൽ പ്രകടമാകുന്നതും അനിസ്ലാമികതകളോടുള്ള ഇഷ്ടവും സ്ഥാനവുമാണ്. നമ്മൾ എന്താണോ ശരീരത്തിലൂടെ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നത്, നമ്മുടെ കൽബിൽ സ്ഥാനം പിടിച്ചായിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ അവരെ പോലെ കോലം കെട്ടുന്നത്, അവരെ പോലെ മുടി മുറിക്കുന്നത്, അവരെ പോലെ ഡ്രസ് കോഡ് എടുക്കുന്നത്? അവരോടുള്ള ഇഷ്ടം നമ്മുടെ മനസ്സിലുണ്ട്. നമ്മൾ അറിയാതെ അനിസ്ലാമികതകളോടുള്ള ഇഷ്ടം നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടിയതുകൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അവസാനത്തെ ഷർത്തിനെതിരാണിത്. അള്ളാഹു ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടണം, അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടണം. തീർന്നില്ല, അള്ളാഹു വെറുത്തതിനെ വെറുക്കണം. അള്ളാഹു വെറുത്തവരാണ് കുഫാറുകൾ, മുശ്രിക്കുകൾ. അവരെ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് വെറുക്കാൻ ഹൃദയത്തിൽ അവരോടുള്ള വെറുപ്പ് സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. ഒപ്പം മാനുഷികമായ അവരോടുള്ള ബാധ്യതകളും നീതിയൊക്കെ പുറമേക്ക് പ്രകടിപ്പിക്കണം എന്നുള്ള വേറെ കാര്യം. പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ മൈത്രി ബന്ധം സ്ഥാപിക്കേണ്ടത് മുസ്ലിമീങ്ങളോടാണ്. മതസൗഹാർദ്ദമില്ല, ഇസ്ലാമികേതര ആശയങ്ങളോട് ആശയപരമായ സൗഹാർദ്ദമില്ല. അതുകൊണ്ട് അള്ളാഹു വെറുത്തവർ, അള്ളാഹിന്റെ ദീനിന്റെ ശത്രുക്കളായി അള്ളാഹു വെറുത്തവരെ വെറുക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടുന്നത് പോലെ. ഞാൻ ചോദിക്കട്ടെ, ഒരു മദ്യപാനി, ഒരു വ്യഭിചാരി, നാട്ടിൽ അറിയപ്പെട്ട ഒരു കൊലപാതകി, തെമ്മാടി, നമ്മൾ അവനെ വെറുക്കുവോ? അതോ ഇഷ്ടപ്പെടുമോ? അവന്റെ തിന്മയെ ഞങ്ങൾ വെറുക്കുന്നു. 4 കാലിൽ പാമ്പായി എഴുന്ന മദ്യപാനിയെ അവൻ നമ്മുടെ സമുദായത്തിലെ സഹോദരങ്ങൾക്ക് അവനുമായി ഞാൻ ബന്ധം സ്ഥാപിക്കുന്നു, കൂട്ടിപ്പിടിച്ച് നടക്കും. നമ്മളെ കുട്ടികളെ അവന്റെ കൂടെ കൂടാൻ വിടുമോ? എന്തുകൊണ്ട് അകലം പാലിക്കും? ഏറ്റവും വലിയ തിന്മയായ ശിർക്കിനോട്, കുഫ്റിനോട് ഇങ്ങനെ തന്നെയാണ് നമ്മൾ അകലം പാലിക്കേണ്ടത്. അതിന്റെ വക്താക്കളോടും ഇങ്ങനെ തന്നെയാണ് അകലം പാലിക്കുന്നത്. ഇതിനർത്ഥം അവരോട് അസഹിഷ്ണുത കാണിച്ച്, അവരോട് യുദ്ധം പ്രഖ്യാപിച്ച് പൊതുസമൂഹത്തിൽ ഇറങ്ങി വെല്ലുവിളിക്കണം, ആയുധമെടുക്കണമെന്നല്ല. അള്ളാഹു വെറുത്തവരെ വെറുക്കാൻ, അള്ളാഹു വെറുത്തതിനെ വെറുക്കാൻ, അതെന്ത് ചിന്തയാണെങ്കിലും, വാക്കാണെങ്കിലും, പ്രവൃത്തിയാണെങ്കിലും, സംസ്കാരമാണെങ്കിലും, സ്വഭാവമാണെങ്കിലും നമുക്ക് സാധിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹബ്ബത്ത് എന്ന ഷർത്തിന്റെ താല്പര്യമാണിത്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനത്തെ ഷർത്ത്. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാലേ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ഞാൻ ഒരു വാചകം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. മഹാനായ താബിഈ വര്യൻ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ്
അദ്ദേഹത്തോട് ചോദിച്ചു, ഈ നേരത്തെ നമ്മൾ കേട്ട ഹദീസ്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ പ്രഖ്യാപിച്ചാൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമല്ലോ, അങ്ങനെയാണല്ലോ ഹദീസിലുള്ളത്. അദ്ദേഹം പറഞ്ഞു, അതെ അങ്ങനെ തന്നെയാണ്. പക്ഷേ വെറുതെ അങ്ങ് പ്രഖ്യാപിക്കലല്ല, അദ്ദേഹം അതിന് തഅലീഖ് ചെയ്തു, അതിന്റെ ഒരു അടിക്കുറിപ്പ് പറഞ്ഞു. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്ദാ ഹഖ്ഖഹാ വഫർദഹാ ദഖലൽ ജന്ന. ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പറയേണ്ടതുപോലെ അതിനോടുള്ള ബാധ്യതകൾ നിറവേറ്റി അതിന്റെ കടമകൾ പൂർത്തീകരിച്ച് അത് സാക്ഷാത്കരിക്കേണ്ടതുപോലെ സാക്ഷാത്കരിച്ച് അത് പ്രഖ്യാപിച്ചത്, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അതിനെ ഉദ്ദേശിച്ചത്, അദ്ദേഹം ഉദ്ദേശിച്ചത് നമ്മൾ ഈ പറഞ്ഞ ഷർത്തുകളാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. അതുകൊണ്ട് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നവർക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിന്റെ താക്കോലുകളായി മാറുക. ഏതൊരു താക്കോലിനും അതുപയോഗിച്ച് തുറക്കുന്ന പൂട്ട് തുറക്കപ്പെടണമെങ്കിൽ ആ താക്കോലിന് ആ പൂട്ടിന് സ്യൂട്ടബിളായ പല്ലുകൾ ഉണ്ടാവും, ഇല്ലേ? അതുകൊണ്ട് തുറന്നാലേ ആ പൂട്ട് തുറക്കുള്ളൂ. ഇതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിന്റെ താക്കോലാണ്, ഹദീസിൽ വന്നതാണ്, മിഫ്താഹുൽ ജന്ന. ആ താക്കോല് കൊണ്ട് സ്വർഗം തുറക്കപ്പെടണമെങ്കിൽ, സ്വർഗത്തിന്റെ പൂട്ട് തുറക്കപ്പെടണമെങ്കിൽ അതിന് യോജിച്ച പല്ലുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. ഏതാണ് ആ പല്ലുകൾ? അതാണ് ഈ പറഞ്ഞ ഷർത്തുകൾ. ഇതില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് പോയാൽ സ്വർഗം തുറക്കപ്പെടുമെന്ന വ്യാമോഹം മുസ്ലിം ഉമ്മത്തിനെ വഞ്ചിച്ചുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ വഞ്ചന. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.